ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതെല്ലാം ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതി രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതി രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ഉടമ്പടി ധ്യാനത്തിനായിട്ട് നമ്മൾ സാക്ഷ്യ വിചാരണയ്ക്കായി എടുക്കുന്നത് ഇന്നലെ പറഞ്ഞ ഒരു സാക്ഷ്യമാണ്. ഒരു വൈദികനാണ് ആ സാക്ഷ്യം പറഞ്ഞത്. 2025 ഒരു പ്രത്യേകത ഞാൻ നോക്കിയിട്ട് വൈദികരുടെ സാക്ഷ്യങ്ങൾ കൂടുന്നുണ്ട്. വൈദികരുടെ സാക്ഷ്യം കൂടുമ്പോൾ ഉണ്ടാകുന്ന ഗുണമെന്ന് പറയുന്നത് വൈദികർക്ക് ഉടമ്പടി എന്താണെന്നൊക്കെ അറിയാം. ബൈബിളിനെക്കുറിച്ച് നല്ല വൈജ്ഞാനിക സമ്പത്തുണ്ട്. സഭയെക്കുറിച്ച് അറിയാം. അവർ വർഷങ്ങൾ ഈ വിഷയം പഠിക്കുന്നതാണ്. അപ്പോഴവർ ഈ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ടുകൾ എല്ലാവർക്കും ഒരുപോലെ പ്രയോജനമുള്ളതായിരിക്കും. ഇപ്പം ഇന്നലെ സാക്ഷ്യം പറഞ്ഞതൊരു ഫാദർ മാത്യു ഏലന്താനമാണ്. ഫാദർ മാത്യു ഏലന്താനം. അദ്ദേഹം കർണാടക സ്റ്റേറ്റിലാണ്, മലയാളിയാണ്. അദ്ദേഹത്തെ ഉടമ്പടിയിലേക്ക് നയിച്ച ഒരു വിഷയം ആദ്യം പറയാം. ഒന്നാമത്തെ കാര്യം, അദ്ദേഹത്തിന് കൂടെ 3 അപകടങ്ങളുണ്ടായി. 3 പ്രാവശ്യം കാലൊടിഞ്ഞ്. പിന്നീട് അത് ചികിത്സിച്ചിട്ട് ശരിയായില്ല. അപ്പോൾ ഗുരുതരമായ രീതിയിൽ കാല് അമ്പ്യൂട്ട് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു, മുറിച്ച് കളയണമെന്ന്. അപ്പം അങ്ങനെ ഒരു നിസ്സാരമായ കാര്യമല്ലത്. വളരെ നമ്മുടെ കാലൊന്നും മുറിച്ച് കളയേണ്ട ഒരു അവസ്ഥ വന്നാൽ തീർന്നില്ല നമ്മുടെ സഞ്ചാരം. അതോടുകൂടി നമ്മുടെ സഞ്ചാരം തീർന്നു. കാലുള്ളപ്പോൾ കൃപാസനത്തിൽ വരെ അനുഭവം ഭയങ്കര അകലമാണല്ല എന്നൊക്കെ പറയും. ഇനിയിപ്പോൾ പകരമാണെന്ന് പറയണ്ട, കാല് മുറിച്ച് വീട്ടിലിരുന്നാൽ മതിയല്ലോ. അല്ലേ, കാലുള്ളവർക്കല്ലേ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ പറയണത്. അയ്യോ ഭയങ്കര ഒരു ദിവസം മുഴുവൻ പോകില്ല, അവിടെ കൃപാസനത്തിൽ ഇരിക്കുമ്പോൾ ഭയങ്കര വിയർപ്പാണല്ലോ, എന്തെല്ലാം പരിപാടിയാണ് പറയണത്. ഈ ദിവസങ്ങളിൽ അമേരിക്കയിൽ നമ്മുടെ സഹപ്രവർത്തകയാണ് അവിടെ ധ്യാനം നടത്തുന്നതിൽ ത്രേസ്യാമ്മ ചേച്ചി എന്നെ വിളിച്ച് വെറുതെ പറഞ്ഞ്, അച്ഛാ കൃപാസനത്തിൻ്റെ വീഡിയോ കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നണ് കാര്യം, ആൾക്കാരൊക്കെ ഇങ്ങനെ പുഴുക്കിലും വേർപ്പിലും ഇരിക്കുകയാണല്ലോ എന്ന്. അപ്പോൾ അത് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ വെച്ചാൽ ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണെന്ന്. ഞാനൊന്നും അവരോട് സഹായമൊന്നും ചോദിച്ചില്ല, കാരണം നമ്മുടെ പ്രഖ്യാപിത പോളിസിയാണല്ലോ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളല്ല, ഈശോയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു നോട്ടുണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോയെ വെച്ചിട്ട് കർത്താവ് തരുന്ന ഈ ശുശ്രൂഷയെ നമ്മൾ വെച്ച് മുതലാക്കണില്ലെന്ന് ആദ്യം അറിയേണ്ടത് ആരാണ്? മനുഷ്യരല്ല, ആരും, അത് ദൈവമാണ് അറിയേണ്ടത്. അപ്പോൾ ദൈവത്തിൻ്റെ വിഷയത്തിൽ നമുക്ക് ദൈവത്തിൽ നിന്നൊരു ക്ലീൻ ചിട്ട് വേണം.
മനുഷ്യർ ചിലപ്പോൾ ഇന്ന് നല്ലതാണെന്ന് പറയണത് നാളെ മോശമായിട്ട് പറയാം, അതൊന്നും പ്രശ്നമല്ല ശരിക്കും. അപ്പോൾ ഞാൻ ആ വിഷയത്തിൽ പറഞ്ഞു, ചേച്ചി കുറച്ച് പ്രശ്നങ്ങളുണ്ട്, പക്ഷേ എൻ്റെ മനസ്സിൽ ആ സമയത്ത് വന്നതേ ഇതിപ്പോഴല്ല, നേരത്തെ ഇങ്ങനെ തന്നെയായിരുന്നു. വലിയ വലിയ അത്ഭുതങ്ങളെല്ലാം അടയാളം നടന്നിരിക്കുന്നത് മനുഷ്യരിങ്ങനെ വേർപ്പിൽ കുളിച്ച് നിൽക്കുമ്പോഴായിരുന്നു. കുറച്ച് ത്യാഗത്തോടു കൂടി ഈ വിഷയം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ അതിൻ്റെ അകത്ത് ഇന്ന് ഞാൻ വെളുപ്പിനെ ഒരു പ്രധാനപ്പെട്ട അച്ഛനുമായിട്ട് സംസാരിച്ചു. അച്ഛൻ എന്നോട് ചോദിച്ചു, അച്ഛൻ എനിക്ക് ഉടമ്പടി എടുക്കണം. അതും ഒരു അച്ഛനാണ്. അപ്പം അച്ഛൻ എനിക്ക് ഉടമ്പടി എടുക്കണം, അച്ഛന് ഉടമ്പടിയെക്കുറിച്ച് എന്താണെന്ന് എന്നോട് പറഞ്ഞു തരുമോ? അപ്പം അത് അദ്ദേഹം അച്ഛനായതുകൊണ്ടും എന്നോടങ്ങനെ ചോദിച്ചതുകൊണ്ടും അദ്ദേഹം ഉടമ്പടി എടുത്താൽ നല്ല സാക്ഷ്യം കിട്ടിയാൽ നമുക്ക് കുറച്ച് ഗുണങ്ങളാണ്. കൂടുതൽ കർത്താവിൻ്റെ ഈ പദ്ധതികളെ, കർത്താവ് ഉടമ്പടി ഒരു പദ്ധതിയാണല്ലോ, അതനുസരിച്ച് സഭയിലാകമാനം അതിനൊരു ഓളം ഉണ്ടാകുകയും ജനങ്ങൾ ഒത്തിരി പേര് അതിലൂടെ കർത്താവിനെ അറിയാനും സാക്ഷിയാകാനൊക്കെ സഹായിക്കും. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഈ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ അച്ഛൻ്റെ ഒരു ഇനീഷ്യേഷൻ ഉണ്ട് ഉടമ്പടിക്ക്. എപ്പോഴും ഉടമ്പടി എടുക്കണമെന്ന് ഇപ്പം അച്ഛന് തോന്നിയില്ലേ? അച്ഛന് ഉടമ്പടി എടുക്കണം, ഇപ്പം നിങ്ങൾക്കും തോന്നും ഉടമ്പടി എടുക്കണമെന്ന് തോന്നത്തില്ലേ? അപ്പം തോന്നുമ്പോൾ അതിന് ഒരു ഇൻസെൻറ്റീവാണത്. ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് തരുന്നൊരു ഇൻസെൻറ്റീവാണ്, ഒരു പ്രോത്സാഹനമാണ്. ഉടമ്പടി എടുക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ അതിന് ഇൻസെൻറ്റീവ് എന്ന് പറയും. ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ദൈവം ഈ വിഷയത്തിൽ ഇടപെടാൻ ഉദ്ദേശിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പ്രത്യേകമായ വിധത്തിൽ എല്ലാവരുടെ ജീവിതത്തിലും ദൈവം ഇടപെടുന്നുണ്ട്. പക്ഷേ ഉടമ്പടിയിലൂടെ വരുന്നത് എന്താണ്? ഒരു പ്രത്യേകമായ ഇടപെടലാണ്. കർത്താവ് പറഞ്ഞ പോലെ വിശിഷ്യ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചില്ലേ? അതുപോലെ വിശേഷവിധിയായ ഒരു ദൈവവിളിയിലേക്കാണ് ഉടമ്പടി നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അച്ഛനോട് വളരെ സാവകാശത്തിൽ ഫോണിൽ സ്റ്റെപ്പുകൾ പറഞ്ഞിട്ട് ആദ്യം പറഞ്ഞത് ഇതൊരു ഇൻസെൻറ്റീവാണ്. ഇനിഷ്യേഷൻ ആൻഡ് ഇൻസെൻറ്റീവ്നെസ് അത് ദൈവം ആദ്യം നമുക്ക് തരും. പക്ഷേ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇൻവെസ്റ്റ്മെൻറ്റാണ്. എന്താ കാര്യം? നമുക്കൊരു ഇൻസെൻറ്റീവ് പ്രോത്സാഹനം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് കെട്ടി ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചാൽ പിന്നീട് നമ്മൾ പറയും നിങ്ങളുടെ ഇപ്പം ദൈവത്തിൻ്റെ പങ്ക് വെച്ചു. ഇനി കാര്യം ഇത് ബയലാട്രൽ എഗ്രിമെൻ്റ് അല്ലേ, ദൈവമായിട്ടൊരു ഉഭയകക്ഷി ബന്ധമല്ലേ. അപ്പോൾ ദൈവം നമുക്ക് ആദ്യം തരുന്നത് എന്താണ്? ആരെങ്കിലും വഴി പറയും. ഇപ്പം ഈ ആദ്യം പറഞ്ഞ തോമസ് ഏലന്താൻ അച്ഛൻ്റെ സാക്ഷി എന്ന് പറയുന്നത് അച്ഛനോട് അച്ഛൻ്റെ മെൻറ്റർ അച്ഛൻ്റെ അനുജനാണ് പറഞ്ഞത്, അച്ഛനെ ഒന്ന് കൃപാസനം വരെ എൻ്റെ കൂടെ വരുമോ എന്ന് ചോദിച്ചത്. ആരാണ് ചോദിച്ചത്? അച്ഛൻ്റെ സ്വന്തം അനുജനാണ്, കുടുംബജീവിതക്കാരനാണ്. അപ്പോൾ എന്താ വരാം, കാര്യം കാല് മുറിച്ച് കളയുമെന്ന് പറഞ്ഞിരിക്കുകയല്ലേ. തന്നെയല്ല വേറെയും പ്രശ്നമുണ്ട് അച്ഛന്. ഏലന്താനോ അച്ഛൻ ആദ്യം പറഞ്ഞ അച്ഛൻ്റെ പ്രശ്നം എന്താ? അച്ഛൻ്റെ കാല് മുറിച്ച് കളയണതല്ലേ, അച്ഛൻ്റെ ഹീമോഗ്ലോബിൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും 2 പോയിൻ്റ് വെച്ച് കുറയും. പിന്നെ വെളുത്ത് വെള്ളക്കടലത്ത് പോലെ ഇരിക്കും. കുറച്ച് ഹീമോഗ്ലോബിൻ കുറഞ്ഞ അറിയാമല്ലോ. പിന്നെയൊക്കെ തളർച്ചയായിരിക്കും, കിടപ്പായിരിക്കും. അപ്പോൾ അത് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റണില്ല. അതാണ് പ്രശ്നം. ഹീമോഗ്ലോബിൻ കുറയുന്നത് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ അച്ഛനെ ഒരു ആശുപത്രിയിൽ കൊണ്ടുപോയി 6 ദിവസം നിരീക്ഷണത്തിലിടും. എന്തുകൊണ്ടാണ് ഹീമോഗ്ലോബിൻ ഇപ്പോൾ 6.7 മറ്റാണ് അച്ഛൻ്റെ കറക്റ്റ്, അതിൻ്റെ 12 മറ്റാണ്. ചിലക്ക് 14 വരെ കോമൺ ആയിട്ട് വരും. ഇപ്പോൾ ഇതിപ്പോൾ 6 ഉള്ളൂ. തളർന്ന് അച്ഛന് വല്ലാത്ത അവശത നിലയിലാണ്. പക്ഷേ ഡോക്ടർമാർക്ക് ഇത് എന്തുകൊണ്ടാണ് ഹീമോഗ്ലോബിൻ ഇങ്ങനെ ഓരോ ഡേ ബൈ ഡേ കുറയണത്? കാര്യം രക്താർബുദങ്ങളൊക്കെ വരുമ്പോഴാണല്ലോ ഇതിങ്ങനെ കുറയണത്. അപ്പോൾ ബോൺമാരോ ഒക്കെ ചെയ്യണമെന്ന് അച്ഛനോട് പറഞ്ഞു. പക്ഷേ രക്താർബുദമായിട്ട് അവർക്ക് ടെസ്റ്റ് ചെയ്തിട്ട് തോന്നിയിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒളിച്ച് കളിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഹീമോഗ്ലോബിൻ ഇങ്ങനെ ഡേ ബൈ ഡേ ദിവസം പ്രതി കുറയണത്? അതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിക്കാൻ 6 ദിവസത്തെ നിരീക്ഷണം കഴിഞ്ഞിട്ടും പറ്റണില്ല. അപ്പോൾ കാലം മുറിച്ച് കളയും, ഹീമോഗ്ലോബിൻ കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ചുമ്മാ ഇങ്ങനെ ഈ ചാക്കിൻ്റെ അകത്ത് നെല്ല് വെച്ചിരിക്കണ പോലെ ഇരിക്കും. ഇപ്പം നമ്മൾ ഈ കാറ്റ് പോയി ബലൂൺ പോലെ കിടക്കും ആൾക്കാർ, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ സമയത്താണ് അച്ഛനോട് ചോദിക്കണത്, അച്ഛന് ഒന്ന് കൃപാസനം വരെ വരുമോ, ഒരു ഉടമ്പടി എടുക്കുമോ എന്ന് ചോദിക്കണത്.
ഈ അച്ഛനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ടെക്നിക്കൽ ഭാഷ പറഞ്ഞാൽ -ആയി. ഇപ്പം ഇനിയിപ്പോൾ ഒരു ഓപ്ഷൻ നോക്കുമ്പോൾ ഇപ്പം കൃപാസനത്തെക്കുറിച്ചൊക്കെ ഇപ്പം മീഡിയയിലൊക്കെ ആൾക്കാരെ വിവരമില്ലാത്ത അതിൻ്റെ അത് അച്ഛന്മാരുമുണ്ട്, തോന്നിവാസമൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇങ്ങനെ പറയണതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ പബ്ലിക് മീഡിയയിൽ ഇങ്ങനെ കൃപാസനത്തെക്കുറിച്ചൊക്കെ പണ്ട് തോന്നിവാസം പറഞ്ഞാൽ കൃപാസനം ഇത്രയും വളർന്നിപ്പോൾ ഇരിക്കാൻ പറ്റാത്ത കർത്താവാണെങ്കിൽ എല്ലാ ദിവസവും ഡസൻ കണക്കിന് അടയാളം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം എന്തെങ്കിലും തോന്നിവാസൻ കൃപാസനത്തെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്നതിനുടനെ പോയി കൃപാസനം എന്താണെന്ന് നോക്കും, പിന്നെ അവിടെ പെട്ടുപോകും. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നത് ജനങ്ങളുടെ അനുഭവങ്ങളല്ലേ പറയണം. 10,000 ഉണ്ട് സാക്ഷ്യം, 10,000 സാക്ഷ്യങ്ങളുണ്ട്. കാര്യം ജനങ്ങളുടെ വ്യത്യസ്തങ്ങളായ ജീവിത അനുഭവങ്ങളാണ് പറയണത്. അപ്പോൾ ദൈവത്തെ ആശയപരമായിട്ട് അംഗീകരിച്ചിട്ട് അതിൻ്റെ പേരിൽ ഒരു ദൈവവിശ്വാസിയായ ആൾക്കാരുണ്ട്. പക്ഷേ ഉള്ള പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് അവർക്ക് പേഴ്സണൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറവാണ്. ആശയപരമായിട്ട് ദൈവം ഉണ്ട്, പൗരോഹിത്യം സ്ഥാപിച്ചതാണ്, എനിക്കും പൗരോഹിത്യം തന്നെ കിട്ടിയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ആശയപരമായിട്ടുള്ള അറിവുകളുണ്ടെങ്കിൽ വലിയ വേസ്റ്റ് ജന്മങ്ങളാണ്, വലിയ പ്രയോജനമൊന്നുമില്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ഞാൻ ഈ അച്ഛനോട് വെളുപ്പിനെ സംസാരിച്ച അച്ഛനോട് പറഞ്ഞ അച്ഛാ, ഇൻസെൻറ്റീവൊക്കെ ദൈവം തരും, പക്ഷേ ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അച്ഛൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പം ദൈവം അച്ഛന് തന്നിരിക്കണത് എന്താണ്? ഇൻസെൻറ്റീവ് തന്നിട്ടുണ്ട്, ഒരു ഇൻസ്പിറേഷൻ തന്നിട്ടുണ്ട്, അച്ഛന് ഒരു പ്രചോദനം തന്നിട്ടുണ്ട്. ഇനി അച്ഛൻ്റെ പങ്ക് വെക്കേണ്ടി വരും. എന്താ കാരണം? അതായത് നമ്മൾക്ക് ഈ ഉടമ്പടിയിലേക്കല്ല പോണത്. ഇനി ഉടമ്പടിയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തിൻ്റെ എക്സ്പെൻഡിച്ചറുണ്ട്, ചിലവുണ്ട്. ചിലവെന്ന് പറയണത് നമ്മളുടെ ഭാഗത്തു നിന്ന് ചില സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ അമ്പ്യൂട്ട് ചെയ്ത അച്ഛനില്ലേ, കാല് അമ്പ്യൂട്ട് ചെയ്തില്ല, ചെയ്യാൻ വേണ്ടി കാല് മുറിച്ച് കളയണമെന്ന് പറഞ്ഞ അച്ഛനില്ലേ, അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ ആരുടെങ്കിലും സഹായത്തോടെ ഇവിടെ വരണം അല്ലേ? അതാണ് ചിലവ്. അതിൻ്റെ ആരുടെങ്കിലും സഹായത്തോടെ വരണം. ഇവിടെ ഈ ഇല്ലാത്ത കാലം വെച്ച് അച്ഛനാണെന്ന് പറഞ്ഞാൽ ശരി, മുകളിലത്തെ നിലയിൽ കയറണം. അച്ഛന് താഴെ കൊണ്ടൊന്നും കൊടുക്കത്തില്ലല്ലോ ഉടമ്പടി, അച്ഛൻ കയറണം അത് വെച്ച്. അപ്പോൾ കയറാൻ ആരെങ്കിലും പറ്റുകയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉടമ്പടി എടുക്കേണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ. കാര്യം എന്താ? ഉടമ്പടിയുടെ പങ്ക്, നമ്മുടെ പങ്കതാണ്. ആർക്കെങ്കിലും ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറയും, അയ്യോ ചേട്ടാ ഉടമ്പടി ചേട്ടാ ഇത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇനി ഉടമ്പടിയുടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഇനി ചേട്ടന് ഉടമ്പടിയുടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഉടമ്പടി പറ്റത്തില്ല, സ്യൂട്ടബിൾ ആകത്തില്ല, വേറെ എന്തെങ്കിലും പ്രാർത്ഥന മാർഗങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി നല്ല ഉപദേശം കൊടുത്ത് പറഞ്ഞു വിടും. കാര്യം ഉടമ്പടി നല്ല ആദ്യമേ തന്നെ പാടാണ്. ഇതാണ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നതിൻ്റെ കാര്യം. അപ്പോൾ ആരോഗ്യമുള്ളവർക്ക് പ്രശ്നമില്ലെങ്കിൽ ആരോഗ്യമുള്ളവർക്ക് വേറെ ചില ഏടാകൂടങ്ങളൊക്കെ വരും. ചെയ്യാതിരിക്കാൻ വേണ്ടി, ഉടമ്പടി ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള ഏടാകൂടം. ഈ അച്ഛൻ തന്നെ വേറെ അച്ഛനോട് സംസാരിക്കുമ്പോൾ ആ അച്ഛൻ വേറെ വല്ലതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ ഈ അച്ഛൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും ഇല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്, ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. അതിനെ അതിലംഘിച്ചുകൊണ്ട് വേണം, അതിനുള്ള ആംബിയൻസ് അല്ല ആംബിയർ ഇദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ മാത്രമേ ഇദ്ദേഹത്തിനെ കൊണ്ട് ദൈവം ഉടമ്പടി എടുപ്പിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ അച്ഛന് നിർണായകമാണ്. ഏത് വശത്തുനിന്നും എങ്ങനെയും ആത്മീയമായ പണി കിട്ടാനുള്ള എല്ലാവിധ സാധ്യതകളുകൊണ്ടാണ് അച്ഛൻ്റെ വാരഫലം അതാണെന്ന് പറഞ്ഞ് കാര്യം പറഞ്ഞത്. അപ്പം അത് നിങ്ങൾക്കും അറിയണം. അതായത് ആദ്യമേ തന്നെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ ചില ആൾക്കാർക്ക് ഉടമ്പടി ക്ലിക്കാകത്തില്ലേ, നിങ്ങൾ ഭയങ്കര ഡേഞ്ചറസ് സിറ്റുവേഷനിലാണ്. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചേക്കണം. ഉടമ്പടി എടുക്കണ അന്ന് തന്നെ കാര്യങ്ങൾ നടക്കാനുള്ള ലഹു വന്ന എൻ്റെ അർത്ഥം ദൈവത്തിന് നിങ്ങളെ ഒരു വിശ്വാസവും ഇല്ലെന്ന് എൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ എന്തെങ്കിലും കാര്യങ്ങൾ ദൈവം ഇടപെട്ടില്ലെങ്കിൽ നിങ്ങൾ നാലുകാലേ വീണ് ഓടിപ്പോകുമെന്നുള്ള കാര്യം ദൈവത്തിന് അറിയാം. അതുകൊണ്ടാണ് ആദ്യമേ കയറി കൊളുത്തണം. ഇത് കൊളുത്തെന്ന് പറയും. ആദ്യമേ അനുഭവം കിട്ടുന്നത് ഞാൻ എന്നോട് പറയാം, അച്ഛാ ഉടമ്പടി എടുത്ത അന്ന് തന്നെ അവർ വിസ തന്നു. ഞാൻ പറഞ്ഞു ഇത് കൊളുത്താണ്, നീ മെരുങ്ങാത്ത ആനയത് കൊണ്ടേ ഒരു തൊട്ടിക്കും പിടിച്ചാൽ കിട്ടാത്ത സാധനമാണ്. അതുകൊണ്ട് അപ്പം തന്നെ നീ സ്കൂട്ടാകും, ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് പോകും. ഇപ്പോഴും നമ്മൾ ഓർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ദൈവജ്ഞാനം ഉള്ളവരാണെങ്കിൽ ദൈവം ഇല്ലാത്തതും ഉള്ളതും ഒരുപോലെയാകും.
ഇപ്പോൾ ഉടമ്പടിയിൽ ഏറ്റവും വലിയ സംഭവം എന്താ? പ്രസൻസ് അല്ലേ? പ്രസൻസ് ആണല്ലോ ദൈവത്തിൻ്റെ ഒരു ദാനം. എന്താണ്? ഉടമ്പടി എടുക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രസൻസ് വരും. ഇപ്പം മാർപ്പാപ്പയുടെ മുറിയിൽ മഴവില്ല് കണ്ടെന്ന് എത്രയോ കാലമായി നമ്മൾ ഓരോ മനുഷ്യരും ഇവിടെ മഴവില്ല് കാണുന്നതാണ്. പക്ഷെ അത് വാർത്തയായത് ലോകത്തിന് ഇപ്പോഴാണ്. അത് കാരണം ഉന്നതമായ ശ്രേണികളിൽ ഇതുപോലെ അടയാളങ്ങൾ കാണിക്കുമ്പോൾ അത് അടയാളമാണോ ക്ലൈമറ്റിനാണോ നമുക്കറിയത്തില്ല. പക്ഷേ എന്നാലും അത് വാർത്തയായി എന്നുള്ള കാര്യം സത്യമാണ്. പക്ഷേ അതല്ല, ഉടമ്പടി എടുക്കുമ്പോൾ ഉടമ്പടിയുമായി ബന്ധപ്പെട്ടാണ് മഴവില്ല് ദൈവം അതിൻ്റെ ഒരു അടയാളമായിട്ടാണ് ബൈബിളിൻ്റെ വെളിപാടിൻ്റെ ഭാഗമാകുന്നത്. അതിന് ഉടമ്പടി ചെയ്ത വ്യക്തികൾ, ഇപ്പം മകളെ തോറ്റ് തൊപ്പിയിട്ട് അവൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. ഇപ്പം അമ്മ കാശ് കൊടുക്കാൻ അവൾക്കില്ല, അവൾക്കിനി പഠിക്കാനും മുന്നോട്ട് പോകാനുള്ള മാർഗ്ഗമില്ല. അവളെ കോളേജിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യാൻ പോകുമ്പോഴാണല്ലോ അമ്മ ഉടമ്പടി എടുക്കുമ്പോഴാണ്. ആ ഉടമ്പടി എടുത്തെന്ന് വിളിച്ച് പറയുമ്പോൾ അവളുടെ മുമ്പിൽ മഴവില്ല് വന്ന് നിൽക്കും. അപ്പോഴമ്മ പറഞ്ഞു, അമ്മ അതേ മഴവില്ലേ, ഇനി അമ്മ പരിശുദ്ധ അമ്മ നോക്കിക്കൊള്ളൂ. അതാണ് എൻ്റെ വിഷയം. സാന്നിധ്യമാണ്. സാന്നിധ്യം ദൈവസാന്നിധ്യത്തിൻ്റെ ഒരറിവാണ്. അപ്പം ദൈവസാന്നിധ്യം നൽകുമ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെ അസാന്നിധ്യം ഉണ്ടാവും. ഈ ദൈവത്തിൻ്റെ അസാന്നിധ്യവും സാന്നിധ്യം പോലെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും ഉടമ്പടി പക്വമാകുന്നത്. മനസ്സിലായ? ദൈവത്തിൻ്റെ സാന്നിധ്യം പോലെ തന്നെയാണ് ദൈവത്തിൻ്റെ അസാന്നിധ്യവും. അതിപ്പോൾ അറിയണമെങ്കിൽ ജെറമിയ വായിച്ചു നോക്കിയേ. ജെറമിയ 23:23 ശ്രുതികടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ജെറമിയ 23:23 കർത്താവ് ചോദിക്കുന്നു, സമീപസ്ഥനായിരിക്കുമ്പോൾ മാത്രമാണോ, സമീപസ്ഥനായിരിക്കുമ്പോൾ മാത്രമാണോ ഞാൻ നിങ്ങൾക്ക് ദൈവം, വിദൂരത്തിലിരിക്കുമ്പോഴും ഞാൻ ദൈവമല്ലേ? ഇത് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, സമീപത്തിരിക്കുമ്പോൾ ആ പ്രസൻസ് ഫീൽ ചെയ്യുമ്പോൾ മാത്രമാണ് ചില ആൾക്കാർ വിശ്വാസത്തിൽ നിൽക്കണത്. ചിലപ്പോൾ അടയാളമില്ലാത്തൊരു കാലമുണ്ടാവും. അപ്പം അടയാളമില്ലാത്തൊരു കാലവും അപ്പം വിചാരിക്കും ദൈവം ഇറങ്ങിപ്പോയി, നിൻ്റെ അനുഗ്രഹത്തിൻ്റെ കാലം കഴിഞ്ഞു, എൻ്റെ പ്രാർത്ഥനയ്ക്ക് എന്തോ കുഴപ്പമുണ്ട്, ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഏക്കണില്ല ഇനി എന്ന് പറയുമ്പോൾ വീണ്ടും നിങ്ങൾ പ്രാർത്ഥന കുറച്ചുകൊണ്ട് വരും, ഉടമ്പടിയിൽ വിശ്വസ്തത കുറച്ചുകൊണ്ട് വരും. കാര്യം പ്രസൻസിൻ്റെ കാലത്ത് നിങ്ങൾ കാണിക്കുന്ന വിശ്വാസത്തിന് ദൈവം അത്രയ്ക്ക് കണക്കിലെടുക്കത്തില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, പ്രസൻസ് നിങ്ങൾക്ക് നേരെ പ്രസൻസ് തന്നിട്ടാണല്ലോ, അനുഗ്രഹം തന്നിട്ടാണല്ലോ നിങ്ങൾ വിശ്വസിക്കണത്. വീട്ടിലെ പ്രസൻസിൻ്റെ കാലത്ത് നിങ്ങൾ കാണിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവം അത്ര കണ്ട് ആധികാരികതയില്ല അതിന്. കാര്യം എന്താണ്? അതിപ്പോൾ അടയാളം കൊടുക്കാമെന്ന് കേട്ട് അനുഗ്രഹം കൊടുക്കുമെന്ന് കണ്ടു കഴിഞ്ഞാൽ ആരെയും ദൈവമായിട്ട് ആചരിക്കുന്നതിന് ആർക്കും ഇവിടെ പ്രശ്നങ്ങളില്ല. അഹ്റോന് പുരോഹിത വേഷം ധരിപ്പിക്കുമ്പോൾ നിത്യത വരെ അഹ്റോൻ്റെ എല്ലാ തലമുറകൾക്കുമായിട്ടാണ് ദൈവസാന്നിധ്യം മോസസ് ഓരോ ഉടുപ്പ് ധരിപ്പിക്കണം അഹ്റോന്. പക്ഷെ ആ അഹ്റോൻ തന്നെയാണ് ഒരു നിമിഷം ഈജിപ്തിൽ നിന്ന് നമ്മളെ രക്ഷിച്ചത് ഈ കാളക്കുട്ടിയാണെന്ന് പറയണത്. ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് കാളക്കുട്ടിയെ ആരാധിക്കുന്നതിന് മനുഷ്യന് ഒന്നൊന്നും അറിഞ്ഞാൽ മതി, ഒന്ന് തിരിഞ്ഞാൽ മതി, അത് ദൈവത്തിന് നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് അടയാളം കാണിക്കുന്ന കാലത്ത് വലിയ ആർഭാടത്തോടെ സാക്ഷ്യം പറയുകയും അടയാളമില്ലാത്ത കാലത്ത് ദൈവം ഇല്ല എന്ന രീതി ജീവിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ട്. അതുകൊണ്ടാണ് ദൈവം ചോദിക്കണത് ജെറമിയ 23:23 ഞാൻ ഒന്നുകൂടി വായിച്ചത്, സമീപസ്ഥനായിരിക്കുമ്പോൾ മാത്രമാണോ, പറഞ്ഞ് സമീപസ്ഥനായിരിക്കുമ്പോൾ മാത്രമാണോ ഞാൻ നിങ്ങൾക്ക് ദൈവം, വിദൂരത്തിലിരിക്കുമ്പോഴും ഞാൻ ദൈവമല്ലേ? അപ്പൊ നിങ്ങളുടെ വിഷയം നടന്നില്ല എന്ന് വെച്ചുകൊണ്ട് ദൈവത്തിന് വല്ല മാറ്റമുണ്ടോ? അതാണ് പ്രശ്നം. വിഷയം നടന്നില്ല, താമസിക്കുന്നു എന്ന് പറയുമ്പോഴേ
ദൈവത്തിന് മാറ്റമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ മാറിയിട്ട് പഴയ മനുഷ്യരായിട്ട് മാറുന്നത്. നമ്മളെ പഴയ മനുഷ്യരാക്കുന്ന ഒത്തിരി സാഹചര്യങ്ങളുണ്ട് സമൂഹത്തിൽ. ബൈബിളിലെ പുതിയ മനുഷ്യനും പഴയ മനുഷ്യനും ഒന്നുണ്ട്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊളോസ്യസ് 3:10 എടുത്തേ. കൊളോസ്യസ് 3:10. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന, 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 ആരാധന. കൊളോസ്യസ് 3:10. ആ സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് പറഞ്ഞേ. സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിന്റെ പ്രതിച്ഛായക്കനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. ഇപ്പം പഴയ മനുഷ്യനെ അതിൻ്റെ ചെയ്തികളോടുകൂടെ 9 എടുത്ത് ശ്രുതികടലേ. പഴയ മനുഷ്യനെ പഴയ മനുഷ്യനെ അവന്റെ ചെയ്തികളോടുകൂടി നിഷ്കാസനം ചെയ്യുവിൻ. അതായത് രണ്ട് മനുഷ്യർ ഉടമ്പടിക്ക് ശേഷവും ഉടമ്പടിക്ക് മുമ്പും ഉടമ്പടിക്ക് ശേഷവും ദൈവം ആഗ്രഹിക്കുന്ന ഒരു പ്രക്രിയയുണ്ട്. അത് എവിടം വരെ എത്തിയെന്ന് അതിൻ്റെ റേറ്റിംഗ് നോക്കണം. പറഞ്ഞാൽ ശരി, ഭയങ്കര സീരിയസാണ്. ദൈവം ഇങ്ങനെ അകന്നു പോകണമെന്നും അല്ല പ്രശ്നം. നിങ്ങൾക്ക് ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റാതെ വരുമ്പോൾ അകന്നതുപോലെ അനുഭവിക്കുകയാണ്. കാര്യം ദൈവം ഇങ്ങനെ അകന്നു പോകുന്നു അല്ല അടുത്ത് വരുന്നു എന്നുള്ളതല്ല പ്രശ്നം ഇവിടുത്തെ. എന്താണ്, നമ്മൾക്ക് ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ വന്നാൽ ദൈവം അകന്നതുപോലെയാണ് നമുക്ക് അത് ആപേക്ഷികം. അപ്പം നമ്മുടെ ആധ്യാത്മിക അവസ്ഥ അനുസരിച്ചുകൊണ്ടാണ് ദൈവം അടുത്തോ അകന്നോ എന്നറിയണത്. നമുക്ക് ദൈവത്തെ അനുഭവിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻസ് ഉണ്ടാകണത് എങ്ങനെയാണ്? ഈ പഴയ മനുഷ്യനിലേക്ക് നമ്മൾ തിരിച്ചു പോകും. പഴയ മനുഷ്യൻ, അതാണ് ഉടമ്പടിക്ക് ശേഷവും ഉടമ്പടിക്ക് മുമ്പും എന്ന് പറയണത്. ഉടമ്പടിക്ക് മുമ്പ് എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയാണ് ഉടമ്പടിക്ക് ശേഷവും. കുറച്ച് അടയാളം കാണാതെ വരുമ്പോൾ നിങ്ങൾ ഉടമ്പടി മറന്നിട്ട് ദൈവത്തെയും മറന്നിട്ട് പഴയതാണ് നല്ലതെന്ന് പറയും. പഴയതാണ് നല്ലത് എന്ന് പറയണത് ഇപ്പോഴൊന്നുമല്ല, പണ്ട് മുതലേ ഉള്ളതാണ്. പഴയതാണ് പുതിയ വീഞ്ഞ് കുടിച്ചതിന് ശേഷം പഴയതാണ് നല്ലതെന്ന് അവർ പറയുന്നുവെന്നാണ്. അതായത് അവർ ശീലിച്ച ഹാബിറ്റായിപ്പോയ സംഭവമുണ്ട്. അഭിരുചികളും ഹാബിറ്റുമായിട്ട് ബന്ധമുണ്ട്. ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ശീലം. ഒരു നന്മ തിന്മകൾ എല്ലാം അനുഭവ തലങ്ങളിൽ അതൊരു ശീലമോ നല്ല ശീലമോ ദുശീലമോ ആണ്. അപ്പം നമ്മൾ ശീലിച്ചത് പാലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് സുവിശേഷ ചൈതന്യത്തിന് വിരുദ്ധമാണെങ്കിൽ അതിന് പഴയ മനുഷ്യനെന്ന് നമ്മൾ പറയും. പഴയ മനുഷ്യനിലേക്ക് തിരിച്ചു പോകണം. ഇപ്പം ചില ആൾക്കാർ പറയല്ലേ, നോൻപ് എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു. അതാണ് സാധനം. വീട്ടുകാർക്ക് ഭയങ്കര പിടുത്തമായിരിക്കും. മീനിന് പിടുത്തം, മുട്ടക്ക് വരെ ഇവിടുത്തെ, ഇറച്ചിക്ക് പിടുത്തം. മനുഷ്യ ഇത് നോൻപാണെന്ന് അറിയാൻ പാടില്ലേ എന്ന് പറയുമ്പോൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെയും വിട്ട് വിഴുങ്ങും. അപ്പോൾ തലയിൽ ചൊറിഞ്ഞുകൊണ്ട് പറഞ്ഞത് എന്താണ്? ആ നോൻപെന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നെന്ന് പറയും. ഇതാ പഴയ മനുഷ്യൻ. ഇതാണ് വിഷയം. ഇത് ഒരു വിഷയം ഭക്ഷണകാര്യത്തിൽ മാത്രമല്ല, ജീവിതശൈലികളിലും ദൈവത്തെ മാറ്റി നിർത്തുമ്പോൾ ഒരു സുരക്ഷിതത്വം മനുഷ്യൻ അനുഭവിക്കുന്നുണ്ട്. അത് കേവലം മാനുഷികമായ ഒരു സുരക്ഷിതത്വമാണ്. ഉടമ്പടി ചെയ്തിരിക്കുന്നത് നിൻ്റെ ദൈവിക വ്യക്തിത്വവും ദൈവവും തമ്മിലാണ്. നിൻ്റെ ലോക വ്യക്തിത്വവും ദൈവവും തമ്മിലല്ല. ഒരു ലോക വ്യക്തിത്വം ഉള്ള വ്യക്തിക്ക് ഉടമ്പടി ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് സൃഷ്ടാവിൻ്റെ നിങ്ങൾ ലോകത്തെ അതിൻ്റെ ചെയ്തികളോടുകൂടെ, ലോകത്തെ എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ ചെയ്തികളോടുകൂടി ദൂരെ എറിയാൻ പറയാം. അതാ കൊളോസ്യസ് 3:9. ലോകത്തെ അതിൻ്റെ ചെയ്തികളോടുകൂടെ നമ്മൾ നോൻപിലേക്ക് പ്രവേശിക്കുകയാണ്. ഇപ്പോൾ പഴയ മനുഷ്യനെ ഉടമ്പടിക്കാലത്ത്, നോൻപ് കാലത്ത് ഉടമ്പടി എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും നല്ലൊരു കാലമാണ് നോൻപ് കാലം. ഉടമ്പടി എടുക്കാൻ പറ്റിയൊരു കാലമാണ്. ആരെങ്കിലും ഇനി ഉടമ്പടി എടുക്കാത്തവരുണ്ടെങ്കിൽ നോൻപ് കാലത്ത് അതിനുവേണ്ടി കച്ച കെട്ടി ഒരുങ്ങി ഇപ്പം നമ്മൾ ആ രീതിയിലേക്ക് എളുപ്പമായിട്ട് നമുക്ക് നോൻപിലേക്ക് ഉടമ്പടിയിലേക്ക് പ്രവേശിക്കാൻ പറ്റും. കാര്യം നമ്മുടെ നോൻപ് ജീവിതവും ഉടമ്പടി ജീവിതവും ഒരുമിച്ച് പോകുന്നതാണ് നോൻപ് ജീവിതവും ഉടമ്പടി ജീവിതവും. അപ്പം അത് നമുക്ക് അധികം ഭാരപ്പെടാതെ തന്നെ ആ നോൻപിൻ്റെ അരുവിലേക്കും ഉടമ്പടി അരുവിലേക്കും ഒരുമിച്ച് വരാൻ പറ്റും. പ്രാർത്ഥിക്കുക. കർത്താവേ ദൈവമേ,
കർത്താവായ ദൈവമേ, നോൻപ് കാലത്ത് നോമ്പുകാലത്ത് അതിന്റെ അരുവിയോടുകൂടി ഉടമ്പടി ജീവിതം ജീവിച്ച് ക്രിസ്തുവിനെ എന്റെ സാക്ഷിയായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ശ്രദ്ധിക്കട്ടെ. യാക്കോബ് 1:27. അതായത് ഉടമ്പടിയും ഒരു വേർപാട് ജീവിതവും ഉണ്ട്. നോൻപുകാലത്ത് ഈ അരൂപിയിലേക്ക് നമുക്ക് എളുപ്പം വരാൻ കഴിയും. യാക്കോബ് 1:27 വായിച്ച്. പിതാവായ ദൈവത്തിന്റെ മുമ്പിൽ പറഞ്ഞേ. പിതാവായ ദൈവത്തിന്റെ മുൻപിൽ പരിശുദ്ധവും നിഷ്കളങ്കവുമായ ഭക്തി ഇതാണ്. അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ അവരുടെ സഹായത്തിനെത്തുക. ലോകത്തിന്റെ കളങ്കമേൽക്കാതെ തന്നെ തന്നെ കാത്തു സൂക്ഷിക്കുക. ഉടമ്പടി കാലത്ത് നമ്മൾ രണ്ട് കാര്യങ്ങളാണ്. എന്താണ്? ഭക്തിയുടെ ജീവിതമുണ്ട്. പക്ഷെ ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴും കൈകൊപ്പിക്കൊണ്ട് ദൈവമേ കൈതൊഴാൻ കേൾക്കുമാറാകണമെന്ന് പാടുന്നതല്ല ഭക്തി. ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് വായിച്ചേ. സുവിശേഷ വിഹിതമായ ഭക്തിയുണ്ട്. എന്താണത്? പിതാവായ ദൈവത്തിന്റെ മുമ്പിൽ പരിശുദ്ധവും നിഷ്കളങ്കവുമായ ഭക്തി ഇതാണ്. അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ അവരുടെ സഹായത്തിനെത്തുക. ലോകത്തിന്റെ കളങ്കമേൽക്കാതെ തന്നെ തന്നെ കാത്തു സൂക്ഷിക്കുക. യാക്കോബിന്റെ ലേഖനമാണ് 1:27. അതായത് നിഷ്കളങ്കമായ ഭക്തി ഇതാണ്. ഭക്തിയെ രണ്ടായിട്ട് തിരിക്കുകയാണ്. എന്താണ് ശരിയാണത്? ഭക്തി രണ്ടായിട്ട് തിരിക്കുകയാണ്. നിഷ്കളങ്കമായ ഭക്തിയുമുണ്ട്, കളങ്കമുള്ള ഭക്തിയുമുണ്ട്. ഇപ്പം ചില പള്ളികളിലൊക്കെ ചെല്ലുമ്പോൾ എഴുന്നള്ളത്തം കഴിയുമ്പോൾ ആൾക്കാർ ഒരു നിക്കറൊക്കെ ഉടുത്ത് തോർത്തൊക്കെ ഉടുത്ത് അല്ലെങ്കിൽ പാൻസൊക്കെ ഇട്ട് കിടന്ന് ഉരുളണത് കാണാം. ഉരുണ്ട് മണ്ണും പിടിച്ച് എഴുന്നേറ്റ് വന്ന് പുണ്യാളൻ്റെ മാതാവിൻ്റെ മുമ്പിൽ നിൽക്കും. അപ്പം അവരോട് ഞാൻ ചോദിക്കും, എന്താണ് ഉരുളാൻ കാര്യം? അത് ഭയങ്കര വയറുവേദനയായിരുന്നു. ആ വയറുവേദന ഇല്ലെങ്കിൽ ഇവന് ഉരുളാൻ പറ്റത്തില്ലേ? അപ്പം അതിൻ്റെ അകത്തൊരു നിഷ്കളങ്കമല്ല സംഭവം. ഭക്തിയുണ്ട്, പക്ഷേ ദൈവമല്ല അതിൻ്റെ അകത്ത് മെയിൻ ആൾ. ഇവൻ്റെ വയറും വേദനയൊക്കെയാണ്. അതാണ് കാര്യം മനസ്സിലായി. അവരുടെ ഒരു ഇൻറ്റൻഷൻ ഉണ്ട് അതിൻ്റെ അകത്ത്. ഇൻറ്റൻഷൻ മോശമാണെന്നല്ല, ഭക്തിയുടെ ക്വാളിറ്റി കളയുന്നുണ്ട്. ക്വാളിറ്റി ഇല്ലേ? 1-ാം തരം 2-ാം തരം എന്നൊക്കെ പറയത്തില്ലേ? ഇപ്പം ആലപ്പുഴയാണെങ്കിൽ ഇതായതുകൊണ്ട് ആലപ്പുഴ തന്നെ എക്സ്പോർട്ട് ക്വാളിറ്റി ഉണ്ട് അല്ലേ? കയറ് തന്നെ തടുക്കെല്ലാം എക്സ്പോർട്ട് ചെയ്യുന്ന ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഭക്തിയും എക്സ്പോർട്ട് ക്വാളിറ്റി ഉണ്ട്. എന്താണ് എക്സ്പോർട്ട് ക്വാളിറ്റി? ദൈവത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ഭക്തിയാണ് ദൈവത്തെങ്കിലേക്ക് പോണത്. അല്ലാത്ത ഭക്തി നമ്മളിലേക്കും കൂടി അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. നമ്മുടെ IELTS ഇപ്പോൾ പരീക്ഷ നടക്കുന്ന പിള്ളേരുടെ നമ്മൾ അവസാനം പരീക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. SLC-ക്കാരുടെ പരീക്ഷ തുടങ്ങാൻ പോകുന്നു, ബോർഡ് എക്സാം നടന്നുകൊണ്ടിരിക്കുന്നു. കുഞ്ഞുങ്ങളാണെങ്കിൽ ഇവിടെ ഒരു ദിവസം 200 പിള്ളേരൊക്കെയാണ് വരുന്നത്. അവിടെ എല്ലാവരുടെയും ഹോൾ ടിക്കറ്റ് വെഞ്ചരിക്കും. അവിടെ അമ്മമാർ ഉടമ്പടി എടുത്താൽ മതി. പക്ഷേ നിങ്ങൾ അമ്മമാർ ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞു വിടണം. നിങ്ങളുടെ ഉടമ്പടിയിൽ ഞങ്ങൾക്ക് അവർക്ക് ഹോൾ ടിക്കറ്റ് വെഞ്ചരിച്ച് കൊടുക്കും. പരീക്ഷയ്ക്ക് വേണ്ടി പ്രത്യേക കാശുരൂപ അവർക്ക് കൊടുക്കും. നിങ്ങൾ ഉടമ്പടി കാശും കൊടുത്തുകൊണ്ട് പിള്ളേരെ പരീക്ഷയ്ക്ക് വിടരുത്. അതെങ്ങാനും പോയാൽ നിങ്ങളുടെ ഉടമ്പടി പോകും. അപ്പം അതുകൊണ്ടാണ് അച്ഛൻ പ്രത്യേക കാശുരൂപം കൊടുക്കുന്നത്. പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമുള്ള ഒരു പ്രത്യേക ആ പരീക്ഷയുടെ വെഞ്ചരിപ്പുള്ള കാശുരൂപം കൊടുക്കും. അപ്പം അത് പിന്നെ അത് അവർക്ക് 5 പ്രാർത്ഥനയാണ് പിള്ളേർക്ക്. പരീക്ഷ പിള്ളേർക്ക് 5 പ്രാർത്ഥനയുള്ളത്. ഹോൾ ടിക്കറ്റ് വെഞ്ചരിക്കുന്ന, പിന്നെ കാശുരൂപം കൊടുക്കുന്നു, തൈലം പൂശി പ്രാർത്ഥിക്കുന്നു, അങ്ങനെ 5 കാര്യങ്ങൾ ചെയ്യും. പിന്നെ പരീക്ഷയ്ക്ക് ഒരുങ്ങാനുള്ള ഉപദേശം കൊടുക്കും. പിന്നെ പരീക്ഷയുടെ തനത് അഭിഷേക പ്രാർത്ഥന ചൊല്ലും. അപ്പോൾ അതിന് മാതാപിതാക്കന്മാരുടെ ഉടമ്പടി മതി. ആ വീട്ടിൽ ആരുടെയെങ്കിലും ഒരാളുടെ ഉടമ്പടി മതി. ആ വീട്ടിലായിരിക്കണം. ആ വീട്ടിലുള്ള ആ ഓൺ ഹൗസിൽ താമസിക്കുന്ന ആരുടെങ്കിലും ഒരാളുടെ ഉടമ്പടി മതി. പക്ഷേ പിള്ളേരുടെ എവിടെ കിട്ടിക്കഴിയുമ്പോൾ ഞാൻ കുഞ്ഞുങ്ങളോട് ആ ഉടമ്പടി പ്രകാരം എങ്ങനെ ജീവിക്കേണ്ടതെന്ന് ഞാൻ അവർക്ക് പറയാം. അപ്പോൾ നിങ്ങൾക്ക് സപ്പോർട്ടീവാണത്. എന്താ സപ്പോർട്ടീവ് എന്ന് പറയണത്? നിങ്ങൾ എപ്പോൾ വായിട്ടടക്കേണ്ട കാര്യമില്ല. കുഞ്ഞുങ്ങളെ പരീക്ഷ കഴിയുമ്പോൾ
നിങ്ങളുടെ ഉടമ്പടി ഏറ്റെടുത്ത് കുഞ്ഞുങ്ങൾ ചെയ്തോളൂ, പിന്നെ അവർ സ്വന്തമായിട്ട് ചെയ്തോളൂ. അപ്പം കിട്ടിയിരിക്കുന്ന അവസരങ്ങൾ കളയരുത്. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ പറ്റുന്ന ദിവസങ്ങളിൽ വന്ന് പരീക്ഷ എവിടെയെങ്കിലുമൊക്കെ ഒരു ഇൻ്റർവ്യൂവിൽ പരീക്ഷയ്ക്ക് ഉണ്ടാകത്തില്ലേ, ലീവ് ഒരു ദിവസമൊക്കെ പരീക്ഷ ഇല്ലാത്ത ദിവസമില്ലേ, നിങ്ങൾ ദൈവ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിക്കുക. വ്യാഴാഴ്ച ഒന്നും വരരുത്, വ്യാഴാഴ്ച ഒന്നും ഇവിടെ അച്ഛനുണ്ടാകത്തില്ല, ഞായറും വരരുത്. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഈ അച്ഛനെ കണ്ടേ മതിയാവൂ എന്ന് ധ്യാനത്തിൽ തന്നെ ഉടമ്പടി ഞാൻ ഇവരച്ഛനുള്ള ധ്യാനത്തിൽ തന്നെ നിൽക്കണത് ഇത്തിരി അതുകൊണ്ട് ഉണ്ടാകുകയല്ല. പക്ഷെ ഗുണമില്ല എന്ത് എൻ്റെ അതാണ് ഞാൻ അച്ഛനോട് ആദ്യമേ പറഞ്ഞത്. ദൈവത്തിൻ്റെ പോർഷൻ അത് നമ്മൾ ഉറപ്പ് വരുത്തണം. ദൈവത്തിൻ്റെ പോർഷൻ ദൈവത്തിന് കൊടുക്കാനുള്ളത്. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ സാക്ഷ്യം പറയണം, സാക്ഷ്യം പറയാതില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇനി കൃപാസനത്തിൽ വരണ്ട എന്നൊക്കെ പറഞ്ഞത് എന്താണ്? സാക്ഷ്യം ദൈവത്തിൻ്റെ പോർഷനാണ്, നമ്മുടെ അല്ല, നമ്മുടെ നിയോഗമാണ്. അത് ദൈവം സാധിച്ചു തന്നു കഴിഞ്ഞാൽ ഉടനെ പരിപാടി. പിന്നെ അടുത്ത നടപടി എന്താണ്? ദൈവത്തിൻ്റെ പങ്ക് കൊടുക്കണം. ദൈവത്തിന് കൊടുക്കാനുള്ള മഹത്വം കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കണം? നിങ്ങളിലൂടെ ആയിരക്കണക്കിന് മനുഷ്യൻ, ഇപ്പോൾ ആ അച്ഛൻ്റെ സാക്ഷ്യമില്ലേ, അത് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാലും 1,00,000 പേര് ആ സാക്ഷ്യം കാണും. ആ 1,00,000 പേര് സാക്ഷ്യം കാണുമ്പോൾ അതിൻ്റെ അകത്ത് പല അച്ഛന്മാരും കാണും. ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെല്ലാവരും തന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡും അതുപോലെ ഇതെല്ലാം ആൾക്കാർ സ്റ്റാറ്റസ് ഇടുന്നുണ്ട്. ജർമ്മനിയിൽ നിന്ന് ഒരു ദിവസം എൻ്റെ സഹോദരൻ ഒരു ബന്ധു ഇവിടെ കല്യാണം കഴിച്ച് വന്നപ്പോൾ പറഞ്ഞു, അച്ഛാ തെറിമിലൊക്കെ പലരും കൃപാസനത്തിൻ്റെ ഡെയിലി ബ്രെഡ് സാക്ഷ്യം ഇടുന്നുണ്ട്, സ്റ്റാറ്റസ് ഇടുന്നുണ്ട്. അങ്ങനെയാണ് ഞാനിത് അറിഞ്ഞതെന്ന്. അങ്ങനെ അതാണ് ജനങ്ങൾ വളരെ വിജിലൻ്റായ രീതിയിൽ സുവിശേഷം നല്ല രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട് ആൾക്കാർ. അച്ഛൻ ഇവിടെ വന്ന് അച്ഛനൊരു ഡൗട്ടായിരുന്നു, ഈ എലംകുളം അച്ഛനെ എലന്താനം അച്ഛനൊരു ഡൗട്ടായിരുന്നു, ഇതെന്ത് ഈ ഉടമ്പടി എന്ന് പറയണത്? ഉടമ്പടി വ്യക്തികളും ദൈവവും തമ്മിൽ ചെയ്യണമല്ല, പിന്നെ എന്തിനാണ് മരിയൻ ഉടമ്പടി എന്ന് പറയണത്? അപ്പം ചിലർ പറയാം അത് ഫ്രോഡാണ്, ഇവിടെയുള്ള സാക്ഷ്യങ്ങളെല്ലാം കാശ് കൊടുത്തിട്ട് പറയിപ്പിക്കുന്നതാണെന്നാണ്. സാക്ഷ്യം പറഞ്ഞിട്ടുള്ള പല ആൾക്കാർ ഞങ്ങൾ ഓർത്തത് ഇവിടെ ഒരാൾക്ക് 5,000 രൂപ വെച്ച് കൊടുത്തിട്ടാണ് ഞാൻ ഈ സാക്ഷ്യം പറയണത്. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഇവിടെ സാക്ഷ്യം പറയുന്നതിന് പോലും ഭയങ്കര പാടാണ്, ക്യൂ നിൽക്കണം. എത്ര നേരം ക്യൂ നിന്നെങ്കിലാണ് ആൾക്കാർക്ക് അത് ഇനി സാക്ഷ്യം അംഗീകരിച്ച് കിട്ടാൻ വലിയ പാടല്ലേ. മുകളിൽ നിന്ന് പറഞ്ഞു വിട്ടാലും താഴെ അത് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ അത് അപ്പ് ചെയ്യാൻ പറ്റാത്ത സാക്ഷ്യമാണെങ്കിൽ നിങ്ങൾ ഒപ്പിട്ട് കൊടുക്കുകയുള്ളൂ, പറയിപ്പിക്കത്തില്ലത്. അപ്പോൾ അതാണ് ഇവിടുത്തെ അവസ്ഥ. അത്രയും സാക്ഷ്യം ക്വാളിറ്റി ഉള്ളതുണ്ട് നമ്മുടെ കയ്യിൽ. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം എന്ന് പറയണത്, ഈ ഇപ്പം അച്ഛൻ തന്നെ ചെയ്യണത് എന്താ? അച്ഛന് അനുഭവങ്ങൾ കിട്ടി. അച്ഛൻ ഇവിടെ ഇത് മരിയൻ ഉടമ്പടി എന്ന് വിളിക്കാൻ കാരണം എന്താണെന്നൊക്കെ പറഞ്ഞ് സംശയിച്ചാണ് പുള്ളി കയറണത്. കയറി മുകളിൽ ചെല്ലുമ്പോൾ തന്നെ എൻ്റെ ക്ലാസ് അച്ഛൻ കേൾക്കും. എന്താ കാര്യം? നിങ്ങൾക്ക് സംശയമുണ്ട്, എന്താണ് ദൈവത്തോടല്ലേ ഉടമ്പടി ചെയ്യണത്, പിന്നെ എന്താ മരിയൻ ഉടമ്പടി എന്ന് പറയണത്? അപ്പോൾ ഞാൻ ക്ലാസ്സിലൂടെ പറയും, മരിയൻ ഉടമ്പടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തോട് തന്നെയാണ് ഉടമ്പടി ചെയ്യണത്, പക്ഷേ ആരുടെ മധ്യസ്ഥതയിൽ? മാതാവിൻ്റെ മധ്യസ്ഥതയിൽ. അതാണ് മരിയൻ ഉടമ്പടി എന്ന് പറയണത്. കാരണം അമ്മയല്ലേ പറഞ്ഞത് അവൻ പറയണത് പോലെ ചെയ്യണമെന്ന്. അപ്പം അവൻ പറയണത് പോലെ ചെയ്തോളാമെന്നല്ലേ നമ്മൾ ദൈവത്തോട് ഉടമ്പടി ചെയ്യണത്? ആരുടെ മധ്യസ്ഥതയിൽ? മാതാവിൻ്റെ മധ്യസ്ഥത. അതാണ് മരിയൻ ഉടമ്പടി. ശ്രുതികടേ ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. അവൻ പറയുന്നത് ചെയ്തിടും, ജീവിതം ധന്യമായി തീരും.
ജീവിതം ധന്യമായി തീർന്നിടും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ ഉണ്ടായിരിക്കട്ടെ. പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതിനുശേഷം ഇങ്ങനെ ഒരു മാർച്ച് 7 എന്തോ ഡേറ്റ് ഉടമ്പടി എടുത്തു. അച്ഛൻ ഉടമ്പടി എടുക്കുമ്പോഴേ അച്ഛൻ ഫുൾ ആൻഡ് ഫുൾ കൺവിൻസ്ഡ് ആയിട്ടാണ് ഈ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തതിന് ശേഷം അച്ഛൻ എല്ലാം അതുക്കൊന്നും പിന്നെ അച്ഛൻ മരുന്നുകളെല്ലാം അവസാനിപ്പിക്കും. കാര്യം അച്ഛന് ആന്തരികമായിട്ട് മാതാവ് തോന്നിക്കും ഇത് കറക്റ്റ് വഴിയാണെന്ന് തോന്നിക്കും. നിങ്ങൾ അച്ഛൻ മരുന്ന് ഉപേക്ഷിച്ചെന്ന് പറഞ്ഞ് നിങ്ങൾ മരുന്ന് ഉപേക്ഷിക്കാൻ ഞാൻ പറയത്തില്ല കേട്ടോ. കാര്യം കൃപാസനത്തിൻ്റെ പോളിസി മാറ്റർ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കത്തോലിക്ക സഭ മരുന്നിനെക്കുറിച്ച് എന്ത് പറയുന്നു അതാണ് കൃപാസനത്തിൻ്റെ കോമൺ പോളിസി എന്ന് പറയുന്നത്. സഭ വൈദികനെയും ഡോക്ടർമാരെയും ആശുപത്രിയെയും അതുപോലെ തന്നെ വൈദ്യത്തെയും അതുപോലെ തന്നെ മരുന്നിനെയും ഒക്കെ ദൈവത്തിൻ്റെ ഹീലിംഗ്, ദൈവത്തിൻ്റെ സൗഖ്യദായകമായ പ്രവർത്തനത്തിൻ്റെ മാധ്യമമായിട്ട് തന്നെയാണ് സഭ കാണുന്നത്. അതിലൂടെയും ഡോക്ടർമാരിലൂടെയും മരുന്നിലൂടെയും സുഖപ്പെടുത്തുന്നത് ദൈവം തന്നെയാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഉടമ്പടി എടുത്ത് ഇപ്പം അച്ഛൻ്റെ ഹീമോഗ്ലോബിൻ എത്രയാണ്? 7.6. അതുപോലെ തന്നെ പിന്നീട് ഓരോ ദിവസം ചെല്ലും തോറും ഈ 2 പോയിൻ്റ് ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു മരുന്ന് ഉപയോഗിക്കാതെ ഈ ഹീമോഗ്ലോബിൻ കൂടാൻ തുടങ്ങി. 2 പോയിൻ്റ് കൂടി ഒരു 7 ദിവസം കഴിഞ്ഞപ്പോഴുണ്ട് അച്ഛൻ്റെ ഹീമോഗ്ലോബിൻ 14.2 ഹല്ലേലൂയ, യേശുവേ നന്ദി. അപ്പോൾ അച്ഛൻ ഉടനെ അത് ബോഡിയിൽ ഹീമോഗ്ലോബിൻ കൂടി അറിയാവില്ല, ബോഡിയിൽ ഉടനെ അത് ഫീൽ ചെയ്യും. കരുത്ത് തോന്നും, നമുക്ക് ഊർജ്ജസ്വലതയും തോന്നും. അപ്പം അച്ഛൻ വളരെ ഓക്കെ ആയി. അപ്പോൾ അച്ഛൻ്റെ മനസ്സിൽ പറഞ്ഞ അദ്ദേഹം എന്താ ചെയ്തത് വെച്ചാൽ എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഉടമ്പടി ഹീലിംഗ് പ്രോസസ്സിൽ ഇരിക്കുമ്പോൾ പോലും ഞാൻ ചെയ്തതെല്ലാം വൃത്തിയായിട്ടാണ് ചെയ്തത്. ഞാൻ 5 പത്രം മേടിച്ചുകൊണ്ട് 5 തരം പത്രം മേടിച്ചുകൊണ്ട് പോകും. 5 തരമാണേ. എന്തൊക്കെയാണ്? മലയാളം, ഇംഗ്ലീഷ്, കന്നഡ, തെലുങ്ക്, ഹിന്ദി. അപ്പോൾ ഒരു വൈദികൻ ചെയ്യണതാണ്. അച്ഛന് ആ ഓരോ കൂട് പത്രം മേടിക്കുകയാണ്. അപ്പോൾ എന്തുമാത്രം മാതാവ് ബോധ്യം കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് അച്ഛന് ഹീലിംഗ് ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ഓക്കെയാണ്. കാര്യം എന്താ? പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് ഈ പത്രത്തിലാണല്ല കളി മുഴുവൻ ഇരിക്കണത്. അല്ല, ഇവിടെ കൃപാസനത്തിൻ്റെ അറ്റാക്ക് അകത്തുനിന്നും പുറത്തുനിന്നും ഒക്കെ പരാതികൾ കിട്ടുന്നത് എന്താണ്? അപ്പോൾ ഞങ്ങൾക്ക് പത്രത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ചിരി വരും. എന്താ കാര്യം അറിയാമോ? പത്രം നന്നായി പ്രവർത്തിക്കുകയും അതേസമയം തന്നെ സുവിശേഷം നന്നായി പ്രചരിക്കുകയും സാക്ഷികൾ കൂടുതലുണ്ടാകുകയും ചെയ്യുമ്പോഴേ സത്താന് തീർച്ചയായിട്ടും വിറവലുണ്ടാവും. അവൻ്റെ വിറവൽ അവൻ്റെ ഓരോ തരത്തിലുള്ള മനസ്സിലുണ്ടാകുന്ന അസ്വസ്ഥങ്ങൾ വ്യക്തികളിലൂടെയും ഓരോരോ സംവിധാനങ്ങളിലൂടെയും നമ്മളിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. അപ്പം ആദ്യം ഞങ്ങൾക്ക് അത് മനസ്സിലായില്ല, പിന്നീട് മനസ്സിലായപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. എന്താ കാര്യം? അത്ര തീവ്രമായിട്ട് സുവിശേഷ വേല പത്രത്തിലൂടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ധ്യാനഗുരുക്കന്മാർ വരെ അതിപ്പോൾ അംഗീകരിച്ചിട്ട് അവരവരുടെ ശുശ്രൂഷകളോട് പറയാൻ തുടങ്ങി, നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പോൾ ഈ അച്ഛൻ ഇത് എല്ലാ ഭാഷകളിലുമുള്ള പത്രങ്ങൾ വാങ്ങിക്കും. അച്ഛൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്ന കാരണം ഈ കക്ഷികൾ എല്ലാവരും ഉണ്ട്. തെലുങ്കരുണ്ട്, കർണാടകക്കാരുണ്ട് അവിടെ, അതുപോലെ തന്നെ ഹിന്ദിക്കാരുണ്ട്, ഇംഗ്ലീഷുകാരുണ്ട്, മലയാളികളുണ്ട്. എല്ലാ പത്രവും മേടിച്ചിട്ട് അച്ഛൻ പറയുകയാണ്, ഞാൻ ചുമ്മായല്ല പത്രം കൊടുക്കുന്നത്, ഞാൻ കർത്താവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കും. അതാണ് വിഷയം. പത്രം ഇങ്ങനെ രാവിലെ പത്രക്കാരൻ വന്ന് സൈക്കിളെ ബെല്ലടിച്ചിട്ട് പറന്നൊക്കെ വരത്തില്ലേ? നമ്മുടെ മുറികളിലേക്ക് ഇളംതിണ്ണയിലേക്ക് പോട്ടിക്കയിലേക്ക് പത്രം അങ്ങനെ കൊടുക്കുകയില്ല. മറിച്ച് ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്തുക. അപ്പം അച്ഛൻ ചെയ്യണത് എന്താണ്? ഞാൻ അവരവരുടെ ഭാഷ, അച്ഛൻ എല്ലാ ഭാഷയും അറിയാം, അതുകൊണ്ട് അവരവരുടെ ഭാഷ മനസ്സിലാക്കിയിട്ട് അവരോട് അച്ഛൻ്റെ അനുഭവങ്ങൾ ആ ഭാഷയെ സംസാരിക്കും. തെലുങ്കിലോ കന്നഡയിലോ ഹിന്ദിയിലോ മലയാളത്തിലോ സംസാരിച്ചതിന് ശേഷമാണ് അച്ഛൻ ഈ പത്രം കൊടുക്കുന്നത്. പിന്നെ എങ്ങനെ ദൈവം വിട്ടുമാറണത്? അപ്പം അത് അദ്ദേഹത്തിന് വർക്ക് സിസ്റ്റമല്ലേ, സത്യസന്ധമല്ലേ? വർക്ക് സത്യസന്ധമല്ലേ?
അതുകൊണ്ട് തന്നെ ദൈവം അദ്ദേഹത്തിലൂടെ ഇത് മാത്രമല്ല, അതായത് ഈ ബൈബിളിൽ പറയവേ ഈ പത്രം കൊടുക്കുന്നത് എന്താ നിങ്ങൾക്കറിയാമല്ലോ. പത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ എപ്പോഴും പറയും അത് വെന്ത ചോറാണ്. സുവിശേഷം നെല്ലാണെങ്കിൽ അതിൻ്റെ ചോറാണ്. അത് വേവിച്ച് ജനങ്ങളുടെ അനുഭവങ്ങളാകുന്ന കറികളോട് കൂടിയാണ് ഇത് വിളമ്പഴിക്കണത്. പത്രത്തിൽ വിളമ്പഴിക്കണത് എന്താണ്? അത് ചോറും കറിയുമാണ്. വചനം അതാ ജനങ്ങളുടെ അനുഭവങ്ങൾ ആ വചനം ഓരോ വ്യക്തികളും വിശ്വാസം, പ്രത്യാശ, ദൈവസ്നേഹം എന്നിവ കൊണ്ട് പാചകം ചെയ്യുമ്പോൾ ആ നെല്ല് ചോറായിട്ട് വെന്തിട്ട് അതിൻ്റെ കൂടെ അവിടെ അനുഭവങ്ങളാകുന്ന കറികളോട് കൂടി ഒരു വിഭവമായിട്ടാണ് നമ്മളത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. പത്രം ഒരു സുവിശേഷ വിഭവം. കൈയടിക്കട്ടെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പത്രത്തിലൂടെ വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും ജനങ്ങളിലൂടെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതെ, റോമർ 1:16 എടുത്ത് സുവിശേഷത്തെക്കുറിച്ച് ഞാൻ ലജ്ജിക്കുന്നില്ല. കണ്ടാ, അതാണ് തുടങ്ങുന്നത്. സുവിശേഷത്തെക്കുറിച്ച് ഞാൻ ലജ്ജിക്കുന്നില്ല. ആദ്യം അത് യഹൂദർക്ക്, പിന്നീട് വിജാതിയർക്കും രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. അത് നിസ്സാരമല്ല കേട്ടോ. പത്രം ഒരു ശക്തിയുണ്ട്. പത്രത്തിൻ്റെ ശക്തി എന്നൊക്കെ പറയുകയല്ലേ. ആ ശക്തി എന്ന് പറഞ്ഞാൽ എന്താണത്? സുവിശേഷമാണത്. സുവിശേഷം ഇപ്പം നമ്മൾ സാക്ഷ്യം പറയുമ്പോൾ നമ്മൾ സുവിശേഷം ആകുകയാണ്. സാക്ഷ്യം പത്രത്തിൽ എഴുതി കൊടുക്കുമ്പോൾ നമ്മൾ സുവിശേഷം ഏകുകയാണ്. പിടിയിട്ടില്ലേ? നമ്മൾ സാക്ഷ്യം പറയുമ്പോൾ ആരാകും? നമ്മൾ സുവിശേഷമാകും. നമ്മൾ സാക്ഷ്യം പ്രിൻ്റ് ചെയ്ത നമ്മുടെ സാക്ഷ്യം പത്രത്തിലാക്കിയിട്ട് അനേകരുടെ സാക്ഷ്യങ്ങൾ നമ്മൾ ജനങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ നമ്മൾ എന്താണ്? സുവിശേഷം ഏകുക. അപ്പം നമ്മുടെ ലക്ഷ്യം എന്താണ്? ഉടമ്പടിയുടെ സുവിശേഷമാകുക. പറഞ്ഞേ, സുവിശേഷമാകുക, സുവിശേഷമേകുക, സുവിശേഷമേകുക, സുവിശേഷമാകുക, സുവിശേഷമാകുക, സുവിശേഷമേകുക. കൈയടിക്കട്ടെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. പറഞ്ഞേ, സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. അപ്പോഴേ പത്രം ഒരു ശക്തിയാണെന്ന് പറയാൻ കാര്യം എന്താണ്? പത്രത്തിൽ കർത്താവിൻ്റെ വചനങ്ങൾ, ആ വചനങ്ങൾ അനുഭവിച്ചവരുടെ അനുഭവ സാക്ഷ്യങ്ങൾ കൂടിയാണ് കൊടുക്കുന്നത്. ഇത് നമ്മൾ കൊടുക്കുമ്പോൾ ലജ്ജിക്കരുത്. എന്താ കാര്യം? സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കുന്നവന് ക്രിസ്തുവിനെക്കുറിച്ചാണ് ലജ്ജിക്കുന്നത്. അതവിടെ വിഷയം പോകുന്നത്. സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കുന്നത്, ഇപ്പം നമ്മളെ സംബന്ധിച്ചുള്ള സുവിശേഷം കണ്ടിട്ടില്ല, മലയാളം സുവിശേഷം വായിച്ചിട്ടില്ല, വായിച്ചാൽ തന്നെ മനസ്സിലായിട്ടില്ല. ഈ മനസ്സിലാകാത്തവർക്ക് പിന്നെ എന്ത് ചെയ്യും? മനസ്സിലാകുന്ന ഭാഷയിലാണ് സുവിശേഷം പത്രത്തിലൂടെ എഴുതിയിരിക്കുന്നത്, അവരുടെ അനുഭവത്തിലൂടെ. എല്ലാവരും സുവിശേഷം പത്രം വായിച്ച് അനുഭവം കണ്ടറിഞ്ഞിട്ടാണ് പിന്നെ സുവിശേഷം കേൾക്കാൻ വേണ്ടി വരണതും അത് വിശ്വസിക്കാൻ വേണ്ടി വരണതും അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി തയ്യാറാകണതും. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ 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 മഹത്വം മഹത്വം. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഇതോടുകൂടി അച്ഛൻ്റെ വർക്ക് ആത്മാർത്ഥമാണ് ദൈവത്തിന് തോന്നിയപ്പോഴേ 2 കാര്യങ്ങൾ കൂടി അച്ഛന് ചെയ്ത് കൊടുത്ത്. അതായത് അച്ഛന് ഭയങ്കര ജോയിൻറ്റ് പെയിൻസ് ആയിരുന്നു. ആ ജോയിൻറ്റ് പെയിൻസ് ചെന്നപാടെ തന്നെ പോയി. അച്ഛൻ നടക്കാനോ എടുക്കാനോ പാടില്ലാത്ത വിധത്തിലുള്ള ജോയിൻറ്റ് പെയിൻസാണ്. ആ ജോയിൻറ്റ് പെയിൻസ് വെച്ചുകൊണ്ടാണ് കർത്താവ് ഈ പത്രമൊക്കെ അച്ഛൻ വിതരണം ചെയ്യണതും ആൾക്കാർക്ക് സുവിശേഷ വേല പ്രേക്ഷിത വേല ചെയ്യണത്. അപ്പോൾ അതോട് ജോയിൻറ്റ് പെയിൻസ് മാറി. 2ാമതൊരു കാര്യം കൂടി മാറിയതായിട്ട് അച്ഛൻ പറയുന്നത്, അതായത് ഷുഗറാണ്. 300ഓളം ഉണ്ടായിരുന്ന ഷുഗർ നോർമലായിട്ട് 113 നോർമൽ ആവശ്യമായിരിക്കും. അപ്പോൾ ഇതെല്ലാം ഒരു വ്യക്തികളിൽ, അതായത് നിങ്ങളൊരു അനുഭവം കിട്ടിക്കഴിയുമ്പോൾ പിന്നീട് നിങ്ങൾ പ്രവർത്തനങ്ങളിലും പ്രേക്ഷിത പ്രവർത്തനങ്ങളിലും കയറി നിൽക്കണം. അപ്പോഴാണ് നിങ്ങൾ സ്റ്റെപ്പായിട്ട് ദൈവം ഓരോ വിഷയങ്ങൾ ഇടപെട്ട് വരണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രാവർത്തനത്തിന് ആനുപാതികമായിരിക്കും ദൈവാനുഭവം എന്ന് ഞാൻ പറയുകയല്ല. അച്ഛൻ്റെ അനുഭവങ്ങൾ നിങ്ങൾക്ക് പകർന്നു നൽകുകയാണ്. അച്ഛൻ്റെ അനുഭവം ഇതാണ്. ഇതുപോലെ അനുഭവമുള്ള ആയിരങ്ങളുണ്ട്. അവരുടെ സാക്ഷ്യങ്ങളാണ് നമ്മൾ എല്ലാ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാക്ഷ്യം എന്ന് പറയണത് തന്നെ അതുപോലെ തന്നെ ഇപ്പോൾ എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത്, ഞാനിപ്പോൾ എന്നെ കാണാൻ വരുന്നവരോട് പറയും, നിങ്ങൾ ഇന്ന് മുതൽ എന്നെ സുവിശേഷത്തിൻ്റെ സാക്ഷിയാക്കണമെന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയും. കാര്യം വെച്ചാൽ ദൈവത്തിൻ്റെ ഇൻട്രസ്റ്റ് കൂടി കവർ ചെയ്തുകൊണ്ടാണ് ഞാൻ ആ ഉപദേശം കൊടുക്കുന്നത്. അല്ല തീഷ്ണമായി പ്രാർത്ഥിക്കണമെന്നല്ല പറയണത്. എന്നെ കാണാൻ വന്നവരുടെ കാര്യങ്ങൾ കുറച്ച് മോശം കണ്ടീഷനാണെങ്കിൽ ഞാൻ പറയും, ഇന്ന് മുതൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് സുവിശേഷത്തിൻ്റെ ആ ബോൾ കർത്താവിൻ്റെ കോർട്ടിലോട്ട് ഞാൻ അടിച്ചു മാറ്റുന്നതാണ്. എന്താ കാര്യം? സുവിശേഷത്തിൻ്റെ സാക്ഷിയാക്കണമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ വിഷയം ആരുടെ വിഷയമാകും? അത് ദൈവത്തിൻ്റെ വിഷയമാകും. ചില കാര്യം അച്ഛനെ കാണാൻ വരുമ്പോൾ എനിക്ക് ഭയങ്കര അവരോട് ദേഷ്യം വരും. കാര്യം എന്താ കാര്യത്തിന് അവിടെ തലയൊക്കെ വെക്കുമ്പോൾ എനിക്കറിയാൻ പറ്റും അവരത് ഉടമ്പടി അവസാനിപ്പിക്കാൻ പോവുകയാണ്, കള്ളത്തരത്തിന് ചീട്ട വാങ്ങിച്ചിരിക്കുകയാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അച്ഛനെ കാണാൻ കൂടിയല്ലേ ഉള്ളതിൻ്റെ അകത്ത്, എന്നാൽ അതും കൂടി നടക്കട്ടെ എന്ന് വെച്ചുകൊണ്ട് അവരെ പഴയ ജീവിതത്തിലേക്ക് അവർ തിരിച്ചു പോകാൻ പോകണം. ഇതിനുള്ളിൽ നമുക്ക് ഉള്ള പിന്നെ ഒരു ചാൻസ് ഉള്ളത് അച്ഛനെ കാണുകയാണ്. അപ്പോൾ അച്ഛനെ കാണുന്നത് അനുഗ്രഹം ഏതെങ്കിലും വിധത്തിൽ കിട്ടിക്കൊട്ടണം എന്നുള്ള അവസാന നടപടി ഭാഗമാണ്. അത് അവർ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നതിന് അവർക്ക് താല്പര്യമില്ല. അപ്പം ഞാനിവിടെ എന്നെ കാണാൻ വരുമ്പോൾ തന്നെ ചോദിക്കും, ഉടമ്പടിയായി ഇതാരാണ് എടുത്തത്? നിങ്ങൾ ചെയ്യുന്ന പ്രേക്ഷിത വേല എന്താണ്? നിങ്ങൾ ചെയ്യുന്ന ആതുര സേവനം എന്താണ്? എത്ര രോഗികളെ കാണാൻ പോയി? ഇവർ പാടിക്കോ? അപ്പോൾ ഞാൻ വണ്ടി വിട്ടേക്കാൻ പറയും. അപ്പോൾ എനിക്ക് മനസ്സിലാവും ദൈവത്തിന് പ്രയോജനമില്ലാത്ത ഒരു ചാണാപ്പുഴുക്കാണ് ഈ സാധനം. അപ്പോൾ ഇതിനെ കൊണ്ടിന് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. വൈ ഷുഡ് ഐ വേസ്റ്റ് മൈ ടൈം? രോഗിയാണെങ്കിൽ മാത്രം പ്രാർത്ഥിക്കും. കാര്യം രോഗിയോട് കരുണ കാണിക്കണം കർത്താവ് പറഞ്ഞിട്ടില്ലേ. അല്ലെങ്കിൽ എനിക്കറിയാം ഇത് അനുഗ്രഹം അടിച്ചു മാറ്റിയിട്ട് ദൈവത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് പോകാനുള്ള ഉദ്ദേശത്തിന് വേണ്ടിയാണ്, കാപട്യമായിട്ടാണ് ഇവിടെ അച്ഛനെ കാണാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളെ ശ്രദ്ധിക്കണം. അത് ചില ആൾക്കാർ അച്ഛനെ കണ്ടു കഴിയുമ്പോൾ മുമ്പത്തെക്കാൾ വെടിക്കെട്ടായിട്ട് അവരങ്ങോട്ട് ഉണർന്ന് അവിടെ തെറ്റുകളൊക്കെ തിരുത്തി ഭംഗിയായിട്ട് ഒരു ഉടമ്പടി ചെയ്ത് കർത്താവിൻ്റെ സാക്ഷിയായിട്ട് പോണത് കാണാം. അതുപോലെ തന്നെ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ നിങ്ങളെക്കുറിച്ച് ഈ ഞായറാഴ്ച കൂട്ടായ്മ ധ്യാനം റെക്കോർഡ് ചെയ്യുന്ന ആരാധനയിൽ വെച്ച് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ കർത്താവ് തരണ ഒരു വചനം എന്താണെന്നറിയാമോ? ഒരു മനുഷ്യൻ പണ്ട് രഥത്തിൻ്റെ പുറകെ ഓടി നടന്ന്, സുവിശേഷത്തിൽ ഏറ്റവും മനോഹരമായ ഒരു രംഗമാണത്. അത് എത്യോപ്യക്കാർ ഫൈനാൻസ് രാജാവ്, അവിടുത്തെ ഫൈനാൻസ് മന്ത്രിയാണ്, എത്യോപ്യക്കാരൻ, ഷണ്ടനാണ് അദ്ദേഹം. അപ്പോൾ ഷണ്ടൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ടെസ്റ്റിക്കിൾസൊക്കെ മുറിച്ച് കളയും. കർത്താവിൻ്റെ കാലത്ത് എത്യോപ്യയിലൊക്കെ എല്ലാ രാജ്യങ്ങളിലും ധനമന്ത്രിമാരുണ്ടാകുമല്ലോ. അപ്പോൾ ധനമന്ത്രിമാരുണ്ടാകുമ്പോൾ രാജാക്കന്മാരെന്താ ചെയ്യണമെന്ന് അറിയാമോ? അവരുടെ വൃഷ്ണം കണ്ടിച്ച് കളയും. എന്താ കാര്യം? ഇവർക്ക് മക്കളുണ്ടായി കഴിഞ്ഞാൽ ഇവർ ഖജനാവിൽ നിന്ന് കൈയിട്ട് വരും. അതാണ് എത്യോപ്യക്കാരൻ ഷണ്ടൻ എന്ന് പറയണത്. ഫൈനാൻസ് മിനിസ്റ്ററാണ് അവിടുത്തെ. പക്ഷേ ബൈബിൾ പറയുന്നുണ്ട് അയാൾ ഷണ്ടനാണ്. കാരണം ഫൈനാൻസ് മിനിസ്റ്റർ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് കോടിക്കണക്കിന് രൂപ വരുമ്പോൾ അയാളുടെ കുടുംബത്തിലേക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടി, അയാളുടെ കുടുംബം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അയാളുടെ വൃഷണങ്ങൾ മുറിച്ച് കളയും. അതങ്ങനെ ഷണ്ടൻ. അതാണ് ഈശോ പറയണത്, മനുഷ്യരാൽ ഷണ്ടന്മാരാക്കപ്പെടുന്നവരുണ്ട് അല്ലേ? ഈശോ പറയത്തില്ലേ, സ്വരാജ്യത്തെ പോലെ തങ്ങളെ തന്നെ ഷണ്ടന്മാരാക്കുന്നവരുണ്ട്. അപ്പോൾ ഈ മനുഷ്യരാൽ ഷണ്ടന്മാരാക്കുന്നവരാണ് ഈ ടൈപ്പ്. ഈ മനുഷ്യൻ ജെറുസലേമിൽ നിന്ന് ദൈവാരാധനയ്ക്ക് പോയിട്ട് തിരിച്ചു വരികയാണ്. ആ രംഗത്തെ
നടപടി പുസ്തകം 8:29 എടുത്ത് ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ അപ്പോസ്തല പ്രവർത്തനങ്ങൾ 8:29. ആത്മാവ് പീലിപ്പോസിനോട് പറഞ്ഞു. ആത്മാവ് പീലിപ്പോസിനോട് പറഞ്ഞു, ആ രഥത്തെ സമീപിച്ച്. ഈ ഫൈനാൻസ് മിനിസ്റ്ററിലെ ധനകാര്യ മന്ത്രിയുടെ രഥത്തിൽ പോകുകയാണ് അയാള്. അപ്പൊ ആത്മാവ് പീലിപ്പോസിനോട് പറഞ്ഞു, എന്താ പറയണത്? ആ രഥത്തെ സമീപിച്ച് അതിനോട് ചേർന്ന് നടക്കുക. അപ്പൊ എന്താ കാര്യം എന്നറിയാവോ? ഈ പീലിപ്പോസ് ഇങ്ങനെ ചേർന്ന് നടക്കുമ്പോൾ ഈ മനുഷ്യൻ വചനം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പീലിപ്പോസ് അയാളോട് ചോദിക്കും, ഈ രഥത്തിൻ്റെ ഒപ്പം നടക്കുകയാണ്, അണച്ചണച്ച് ഓടുകയാണ്. എന്തോ ഒരു ചൈതന്യമാണെന്ന് നോക്കി. ആ രഥത്തെ കുതിര വലിച്ചുകൊണ്ട് പോകുമ്പോൾ കുതിരയുടെ സ്പീഡിന് ഈ അപ്പോസ്തലൻ പുറകെ ഇങ്ങനെ ഓടി ഓടി അണക്കുകയാണ്. അണക്കുന്നതിൻ്റെ ഇടയ്ക്ക് കിതച്ചുകൊണ്ട് ചോദിക്കും, വായിക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ എന്നാണ്. അങ്ങനെ ഈ സുവിശേഷ വേലയ്ക്കൊരു അണപ്പും കിതപ്പും ഉണ്ട്. കർത്താവിന് വേണ്ടി കിതക്കണം. അതാണ് പ്രേക്ഷിതൻ. പ്രാർത്ഥിക്കുക, കർത്താവേ ഫിലിപ്പോസിനെ പോലെ കർത്താവിന് വേണ്ടി സുവിശേഷ കൈമാറ്റത്തിന് വേണ്ടി ഏത് കൊലകൊമ്പനായാലും ഒരു ആത്മവിശ്വാസത്തോടെ അവന്റെ കൂടെ നടന്ന് അവന്റെ സ്പീഡിനകത്ത് നീങ്ങിയില്ലെങ്കിലും അണച്ചായാലും കിതച്ചായാലും വായിക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് കർത്താവിന് കൈമാറാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ഏലംകുളം അച്ഛൻ്റെ സാക്ഷ്യത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അച്ഛൻ്റെ സാക്ഷ്യത്തിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് അച്ഛൻ്റെ ഇൻറ്റൻഷൻസാണ്. അച്ഛൻ പറഞ്ഞത് അതാണ് ഈ അച്ഛന്മാരുടെ ഒരു ഗുണം. അറിയാവുന്ന സംബന്ധിച്ചിടത്തോളം അവരെ പ്ലേസ് ചെയ്യുമ്പോൾ കറക്റ്റ് ഷാർപ്പ് പ്ലേസിങ് ആയിരിക്കും. അച്ഛൻ്റെ ഒന്നാമത്തെ ഇൻറ്റൻഷൻ എന്താണെന്ന് അറിയാവോ? അച്ഛൻ്റെ ഒന്നാമത്തെ ഇൻറ്റൻഷൻ നമ്മൾ നിയോഗങ്ങൾ എഴുതത്തില്ലേ, അച്ഛൻ എഴുതിയിരിക്കുന്ന ഒന്നാമത്തെ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ മാറ്റങ്ങൾ അച്ഛനിലൂടെ സംഭവിച്ചത്? എന്താണ് ഒന്നാമത്തെ ഇൻറ്റൻഷൻ എന്താണെന്ന് അറിയാവോ? എന്നെ പരിശുദ്ധാത്മാവനാൽ നിറക്കണമേ എന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അച്ഛൻ ഇതെല്ലാം കേട്ട് മനസ്സിലാക്കിയപ്പോൾ അതിൻ്റെ കുറിഞ്ഞ് എന്താണെന്ന് വെച്ചാൽ മനസ്സിലായി. അപ്പം അച്ഛനെ ഒന്നാമത്തെ നിയോഗമായിട്ട് എഴുതിയിട്ടിരിക്കണത് എന്താണ്? എന്നെ പരിശുദ്ധാത്മാവ് നിറക്കണമേ. അതെന്താണ്? ദൈവനിയോഗമാണ്, ദൈവത്തിൻ്റെ നിയോഗമാണ്. ഉടമ്പടിയിൽ ഇന്ന് ഞാൻ രാവിലെ ഒരു അച്ഛനോട് സംസാരിച്ചെന്ന് പറഞ്ഞല്ലേ, ഏലാംകുളം അച്ഛൻ്റെ സാക്ഷ്യത്തിൻ്റെ ബേസ്മെൻറ്റിലാണ് ഞാൻ ഈ രാവിലെ അച്ഛനോട് പറഞ്ഞ, അച്ഛാ ഉടമ്പടിയിലെ നിയോഗങ്ങൾ തന്നെ രണ്ട് വിധമുണ്ട്. മനുഷ്യ നിയോഗങ്ങളുണ്ട്, ദൈവനിയോഗങ്ങളുണ്ട്. നമ്മളെല്ലാം മനുഷ്യ നിയോഗങ്ങൾ എഴുതിയിരുന്നതുകൊണ്ടാണ് ഈ ഉടമ്പടി പലപ്പോഴും താമസിക്കുന്നത്. അപ്പോൾ ദൈവത്തിന് കൂടി ആ ടേക്കപ്പ് ചെയ്യാനുള്ള കണ്ടൻറ്റ് വൈസ് അതിൻ്റെ അകത്ത് കറക്റ്റാണെങ്കിൽ ഇത് പെട്ടെന്ന് ദൈവത്തിന് നിങ്ങൾ ഉടമ്പടി ഇടുമ്പോൾ അപ്പോൾ തന്നെ ദൈവത്തിന് ഇതുകൊണ്ട് എന്ത് പ്രയോജനം നിങ്ങൾ തന്നെ ചോദിക്കണം നിങ്ങളോട്. മനസ്സിലായില്ലേ? നിങ്ങൾ ILTC പഠനം പുരാടം വിൽക്കണം, കല്യാണം കഴിക്കണം എന്നൊക്കെ പറയുമ്പോഴേ അപ്പോൾ ദൈവത്തിന് ചോദ്യം ചോദിക്കാനുള്ള പൊസിഷൻ ഉണ്ടല്ലോ, ഇതുകൊണ്ട് എന്താണ് സ്വർഗത്തിന് പ്രയോജനമെന്ന്. അപ്പോൾ 0 ബെനിഫിറ്റ്സ് ആണെങ്കിൽ പിന്നെ വൈ ഷുഡ് ഗോഡ് ടേക്ക് അപ്പ് യുവർ മാറ്റർ? അതാ പ്രശ്നം. അതിനെ ചെക്ക് വെച്ചുകൊണ്ടാണ് അച്ഛൻ എഴുതിയിരിക്കുന്നത്. രണ്ടാമത് അച്ഛൻ നിയോഗം എന്താണെന്നറിയാമോ? വിശ്വാസത്തോടെയും. അപ്പം അച്ഛനല്ലേ എന്നിട്ട് എഴുതിയിരിക്കുന്നത് എന്താണ്? നല്ല വിശ്വാസത്തോടെയും വിശ്വസ്തയോടെയും ജീവിക്കാൻ അനുഗ്രഹിക്കണമെന്ന്. പ്രൈസ് ദി ലോർഡ്. അതാണ് അതായത് വിശ്വസ്തത എന്ന് പറയണത്. ഇപ്പം നിങ്ങൾ വിവാഹ ജീവിതം നയിക്കുന്ന ആൾക്കാരാണ്. വിവാഹ ജീവിതം നയിക്കുന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനും അലക്സച്ചനും കൂടി ഒരു വീട്ടിൽ പോയി. ഇപ്പം ഞങ്ങളെ കുറേ സഹായിക്കുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ച് നമ്മുടെ സ്ഥലങ്ങളൊക്കെ ഒന്ന് നിരത്താനൊക്കെ അങ്ങനെയൊക്കെ കുറേ JCB ഉണ്ട്. 2005 ബന്ധമാണ്. ഇപ്പം മകളെ കല്യാണത്തിൻ്റെ സമയപ്പോൾ കല്യാണത്തിന് വിളിച്ചപ്പോൾ കല്യാണത്തിന് പോകാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ജസ്റ്റ് സമയം കിട്ടിയപ്പോൾ ആ വീടൊന്ന് പ്രാർത്ഥിക്കാൻ പോയി. അപ്പം ഞാൻ ആ മകളോട് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് കെട്ടാൻ പോണ പെണ്ണിനോട് അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞ്, അതായത് ഇതെന്ന് പറയണത് നമുക്ക് ഇപ്പോഴേ എല്ലാ ആൾക്കാർക്കും ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ മണവും ഗുണവും മാറണമെങ്കിൽ പണ്ട് കല്യാണത്തിന് മണവും ഗുണവും മാറണമെങ്കിൽ 5 കൊല്ലം എടുക്കും. ഇന്ന് 5 ദിവസം മതി ഇത് മാറാൻ. അത്രയേ ഉള്ളൂ. ടൈം എന്ത് കുറഞ്ഞു. മണവും ഗുണമെന്നൊക്കെ പറയുന്നത് നാട്ടുകാരുടെ ഭാഷയാണത് കേട്ടോ. അത് നമ്മളെ പിടിച്ചു നിർത്തുന്ന ആകർഷകമായ അട്രാക്റ്റീവ്നെസ്, അതാണ് മണവും ഗുണവും എന്ന് പറയുന്നത്. പണ്ടത്തെ അമ്മാമ്മമാരുടെ ഭാഷ. കല്യാണത്തിന് മണവും ഗുണമൊക്കെ മാറണമെങ്കിൽ പണ്ട് 5 കൊല്ലമൊക്കെ എടുക്കുമായിരുന്നു. ഇപ്പം 5 ദിവസം എടുത്താൽ മതി.
അതിൻ്റെ കാരണം എന്താ? അതുകൊണ്ട് തന്നെ ഇത് ഡേഞ്ചറസ് പോയിൻ്റാണ്. പിരിയുന്നവർക്ക് പിരിയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. പിരിയാതിരിക്കാൻ ഒറ്റ കാര്യമേ ഉള്ളൂ. എന്താണ്? ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് ഞാൻ ജീവിത പങ്കാളിയെ സ്വീകരിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അവൻ്റെ നാമത്തിലാകുമ്പോൾ വിശ്വസ്തത ഇതിൻ്റെ മെയിൻ സംഭവമാണ്. ഉടമ്പടി വർക്ക് ചെയ്യണത് വിശ്വാസമല്ലേ? നിങ്ങളെ ആൾക്ക് തെറ്റിദ്ധരിച്ചിട്ടാണ്. വിശ്വാസമില്ലാതെ നമ്മൾ ഇവിടം വരെ വരുമോ? ഇനി തിരിച്ചു പോകണത് എന്താണ്? വിശ്വസ്തതയിൽ വളരാനാണ് തിരിച്ചു പോണത്, വിശ്വാസം വളരാനല്ല. നിങ്ങൾ വരണത് വിശ്വാസത്തിൽ ആണ് വരണത്, പോണത് വിശ്വസ്തതയിൽ വളരാനാണ് പോണത്. എന്താണ്? നിങ്ങളെ ഒരാളെ കൂടി ചേർത്തിട്ടുണ്ട്. ആരാണ്? ബയലാറ്ററൽ എഗ്രിമെൻ്റാണ്. കർത്താവുമായിട്ട് നിങ്ങൾ ഉഭയകക്ഷി സമ്മതമാണ്. ഇനി നിങ്ങൾ തമ്മിലുള്ള വിശ്വസ്തതയുടെ പോയിൻ്റുണ്ട്. അപ്പോൾ വിശ്വസ്തത എന്ന് പറയുന്നത് ഭയങ്കര, അത് എല്ലാ ജീവിതത്തിലും ദൈവവുമായിട്ടുള്ള എല്ലാ കല്യാണത്തിലുള്ള വിശ്വസ്തത എന്താണ്? ദൈവം യോജിപ്പിച്ചത് കൊണ്ടാണ് നമ്മൾ അത് മനുഷ്യൻ വേർപിരിക്കരുതെന്ന് പറയണത്. ദൈവം യോജിപ്പിച്ചത് കൊണ്ടാണ്. ഇപ്പോൾ PR ഉണ്ടാകുന്ന അവിടെ ചെന്ന് അമേരിക്ക ചെന്ന് പറഞ്ഞ് ഇയാൾക്ക് PR ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഉടനെ അടുത്ത ടിക്കറ്റ് എടുത്ത് നാട്ടിലോട്ട് പോകുന്നു. അവൾക്ക് PR ഇല്ല. PR എന്ന് പറഞ്ഞാൽ ഉടനെ പിരിയണേ. ഇതൊക്കെ അപ്പം നീ എന്തിനാണ് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വന്ന് നിന്നത്? ഇയാൾക്ക് PR ഉണ്ട്, അതുകൊണ്ട് കല്യാണം കഴിക്കണം എന്നാണ് പറയണത്. അപ്പം ഇങ്ങനെയുള്ള കാപഠ്യ മുഖങ്ങളുണ്ട്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞേക്കാം, ഒന്നുറങ്ങിയ നേരം വെളുക്കത്തില്ല. നിങ്ങൾ ദൈവത്തിനെ വഞ്ചിച്ച് സാമ്പത്തികമായ വയറ്റിപ്പിഴപ്പിൻ്റെ പേരിലാണ് വിവാഹിതരായെങ്കിൽ, ഒരു വ്യക്തി ദൈവത്തിനെ അറിഞ്ഞ വ്യക്തി ജീവിക്കുമ്പോഴേ കുറച്ച് പേയ്മെൻ്റ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. നിങ്ങൾ ഓർക്കരുത്, ഇത് ഈ കുരിശുരൂപം എന്തിനാണ്? ഞാൻ എല്ലാവരും കുരിശുരൂപം വേണ്ട, കുരിശ് മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുരിശ് കുരിശുരൂപം വേണ്ടെന്നൊക്കെ പറയുമ്പോഴും ഞാൻ എന്താണ് വലിയ കർത്താവിന് ഇങ്ങനെ കുരിശ് തറച്ച് അൾത്താറയിൽ ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്തിനാണ്? പേയ്മെൻ്റാണിത്. ക്രിസ്തുവുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ യാത്ര ആലപ്പുഴ വരെ അല്ല, അതെവിടെയാണ്? നിത്യത വരെയാണ്. നിത്യത വരെയുള്ള യാത്രയ്ക്ക് പേയ്മെൻ്റ് ഉണ്ടെന്നാണ് ഈശോ പറഞ്ഞത്. ചില പ്രയാസങ്ങളും ചില പീഡാസഹനങ്ങളും ഈ ജീവിതത്തിൽ വരുമ്പോഴേ ക്രിസ്തുവിൻ്റെ നാമത്തിലെടുക്കുന്നതാണ് വിശ്വസ്തത എന്ന് പറയുന്നത്. വിശ്വസ്തത എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുന്ന വിശ്വസ്തതയല്ല. നിങ്ങൾ വ്യക്തികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്ന വിശ്വസ്തതയല്ല. മറിച്ച് എന്താണ്? നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ നാമത്തിലെടുത്തിട്ടുള്ളത് കൊണ്ടാണ് വിശ്വസ്തത എന്ന് പറയണത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ നാമം എന്ന് പറയുമ്പോൾ നിങ്ങൾ നിത്യത വരെയാണ് സംരക്ഷിക്കണത്. നിത്യത വരെയാണ് സംരക്ഷിക്കണത്. നിങ്ങളൊരു കൊച്ചു ജനിച്ച് കഴിയുമ്പോൾ നിങ്ങൾ കണ്ണീരോടെ അതിൻ്റെ ജ്ഞാനസ്ഥാന സമയത്ത് മുട്ടുകുത്തി കർത്താവിനോട് പറയണം, ഈ കുഞ്ഞിനെ വളർത്തി പുണ്യവാനാക്കി വിവാഹം കഴിപ്പിക്കാൻ വേണ്ടി അൾത്താറെ വരുമ്പോൾ അന്ന് ഞങ്ങൾ രണ്ടുപേരും കർത്താവിൻ്റെ മുമ്പിൽ ഒരുമിച്ചുണ്ടാകണമെന്ന്. മനസ്സിലായില്ലേ? കർത്താവ് ഇവിടെ വരുമ്പോൾ അപ്പനെ കാണാനില്ല, അപ്പൻ ഡൈവേഴ്സിലാണ്. അമ്മയെ കാണാനില്ല, അമ്മ ഡൈവേഴ്സിലാണ്. വേറെ ഒരുത്തരും ഇവിടെ പൊറുക്കുകയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അൾത്താറെ വരാൻ കാര്യം? നിങ്ങൾ ഓരോരുത്തരുടെ കൂടെ കെട്ടിയവൻ്റെ കൂടെ പൊറുക്കാതെ അവനിലുണ്ടായ കുഞ്ഞിനെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി നീ ഇങ്ങനെ ഉടുത്ത് കെട്ടി മേക്കപ്പൊക്കെ ചെയ്തുകൊണ്ട് വന്നിട്ട് നിൻ്റെ കൂടെ കർത്താവിൻ്റെ കൂടെ വിശ്വസ്തയോടെ നീ ഏറ്റെടുത്ത ജീവിത പങ്കാളി നിൻ്റെ കൂടെ ഒരുമിച്ച് ജീവിക്കണില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിനക്ക് എന്ത് റൈറ്റാണ് കർത്താവിന് മുമ്പിൽ വന്നത്? നീ ജീവിച്ച് വഴിപിഴച്ച് 2-4 കഴിയതിന് ശേഷം നിൻ്റെ മകളെ കർത്താവിന് വീണ്ടും പിഴപ്പിക്കാൻ വേണ്ടിയാണ് നീ പിശാച വരണത്. ഇത് ഒരു നടക്ക് പോകത്തില്ല. നിങ്ങളോട് പലരും പല രീതിയിൽ പറയും, അതൊക്കെ കുഴപ്പമൊന്നുമില്ല, ഈ കാലത്തിൻ്റെ ഒപ്പം അനുസരിച്ച് പോകും, മനുഷ്യന് ജീവിതമാണ് വലുത്, ഒരു ജീവിതമേ ഉള്ളെന്നൊക്കെ പറയും. ഓർക്കുക, ഇതൊക്കെ ഇങ്ങനെയുള്ള പഴം വർത്തമാനങ്ങൾ, ഒരു ജീവിതമേ ഉള്ളെന്നും പറഞ്ഞുകൊണ്ട് എന്തുമാത്രം പേരുടെ നിത്യജീവിതം പിശാച് അവതാളത്തിലാക്കിയിട്ടുണ്ടെന്ന് അറിയാവോ? ഒരു ജീവിതമേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് പിശാച് ഈ എത്രയോ മനുഷ്യരുടെ നിത്യജീവിതം അവതാളത്തിലാക്കിയിട്ടുണ്ടെന്നുള്ളത് വിവേചിച്ച് മനസ്സിലാക്കണമെങ്കിൽ കുറഞ്ഞ പക്ഷം ഒരു മിനിമം ഹോളി സ്പിരിറ്റ് വേണം. അതുകൊണ്ടാണ് അച്ഛൻ എഴുതിയിരിക്കുന്നത്, എനിക്ക് പരിശുദ്ധാത്മ നൽകണമേ, നിറക്കണമേ, നിലനിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. കാര്യം ഒരു ജീവിതമേ ഉള്ളൂ എന്ന് നമ്മൾ പറയുന്നത് ആരാണ്? കർത്താവ് പണ്ട് ഒരു അന്ധനെ സുഖപ്പെടുത്തിയില്ലേ? അത് വായിച്ചോളൂ, മർക്കോസിന്റെ സുവിശേഷത്തിൽ 8:22. ശ്രുതികട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. മർക്കോസ് 8:22, 23, 24, 25, 26 വായിച്ച് ശ്രുതികട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നീട് അവൻ ബെത്സയിദയിലെത്തി. കുറെ പേർ ഒരു അന്ധനെ കണ്ണുകാണാൻ പാടില്ലാത്ത മനുഷ്യനെ, അന്ധനെ
അവന്റെ അടുത്ത് കൊണ്ടുവന്ന് അവനെ സ്പർശിക്കണമെന്ന് യേശുവിനോട് അപേക്ഷിച്ചു. അവൻ അന്ധനെ കൈക്ക് പിടിച്ച് ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി അവന്റെ കണ്ണുകളിൽ തുപ്പിയ ശേഷം അവന്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് ചോദിച്ചു, നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? നോക്കിയിട്ട് അവൻ പറഞ്ഞു, ഞാൻ മനുഷ്യരെ കാണുന്നുണ്ട്. അവർ മരങ്ങളെ പോലിരിക്കുന്നു, നടക്കുന്നതായും കാണുന്നു. യേശു വീണ്ടും അവന്റെ കണ്ണുകളിൽ കൈകൾ വെച്ചു. അവൻ സൂക്ഷിച്ചു നോക്കി, കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്തു. അവൻ എല്ലാ വസ്തുക്കളും വ്യക്തമായി കണ്ടു. ഗ്രാമത്തിൽ പ്രവേശിക്കുക പോലും ചെയ്യരുത് എന്ന് പറഞ്ഞ് യേശു അവനെ വീട്ടിലേക്ക് അയച്ചു. കണ്ട എന്താ വിഷയം? ഇവിടെ അവസാനം പറഞ്ഞിരിക്കുന്നത് എന്താ? ഗ്രാമത്തിൽ ഇലവരാദികളുണ്ടല്ലേ അവിടെ. ദൈവത്തിൻ്റെ കൃപയിൽ വന്ന് നീ കർത്താവിൻ്റെ ഒരു അനുഗ്രഹം പ്രാപിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ആ അനുഗ്രഹത്തിനെതിരെ സംസാരിക്കുന്ന ഒരു വീട്ടിലും ഉണ്ടാകും, അതുപോലെ തന്നെ നാട്ടിലും ഉണ്ടാകും. ചിലർ പറയും ഇത് പ്രാർത്ഥിച്ചില്ലേലും നടക്കുമായിരുന്നു. അതാണ് ഗ്രാമം എന്ന് പറയണത്. മനസ്സിലായോ? പല്ലിതക്കാത്തമാരും ദൈവിക പ്രവൃത്തികൾ വെളിപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ പല്ലിളിക്കുകയും വെള്ളറി പിടിക്കുകയും ചെയ്യുന്ന ആർക്കാണ്? പിശാചിന. ദൈവിക പ്രവൃത്തികൾ വെളിപ്പെട്ട് കഴിഞ്ഞാൽ അത് ദൈവിക പ്രവൃത്തികളല്ല എന്ന് പറയും. ദൈവത്തെ അംഗീകരിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? തങ്ങളുടെ ജീവിതത്തിൽ കാണിച്ചു കൂട്ടിയിരിക്കുന്ന വൃത്തികെട്ട ജീവിതങ്ങൾ തെറ്റായിട്ട് ഇന്നല്ലെങ്കിൽ നാളെ അവർ വിചാരണ ചെയ്യപ്പെടും. എന്തുകൊണ്ടാണ് മനുഷ്യൻ ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയെ കരുതുന്നത്? ഒന്ന്, അവൻ തന്നെയാണ് ദൈവം എന്ന് പറയുമ്പോഴാണല്ലോ പോരായ്മ. രണ്ടാമത്തെ കാര്യം അതല്ല, ദൈവം ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവന് പേടിയാണ്. എന്താ കാര്യം? അവൻ ചെയ്തതെല്ലാം വെളിപ്പെടും. കുറച്ച് പേരുടെ കാര്യങ്ങൾ കുറച്ച് കഴിഞ്ഞേ വെളിപ്പെടുത്തുള്ളൂ എന്ന് പറഞ്ഞില്ലേ? പക്ഷേ വെളിപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അത് ഓർക്കുമ്പോൾ ദൈവത്തെ എങ്ങനെയെങ്കിലും ഇല്ല എന്ന് അവനെക്കൊണ്ട് തന്നെ അവനെ വിശ്വസിപ്പിച്ചുകൊണ്ട് അവൻ്റെ പാപത്തിൽ അവനെ അഭിരമിക്കാൻ വേണ്ടിയുള്ള പൈശാചികമായ ത്വര നിൽക്കുന്ന കാരണം നിങ്ങളുടെ ദൈവ അനുഭവത്തെ അവൻ നിഷേധിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവരുടെ ഗ്രാമത്തിലും കൂട്ടായ്മയിലും നീ പ്രവേശിക്കരുതെന്ന് പറയും. അതുകൊണ്ട് തന്നെ നിൻ്റെ ഉടമ്പടി ജീവിതം എന്ന് പറയുന്നത് ഒരു വേർപാട് ജീവിതമാണ്. വേർപാട് ജീവിതം എന്ന് പറഞ്ഞ് ഒറ്റക്കിരിക്കുന്ന ജീവിതമല്ല, ലോകത്തോടുള്ള വേർപാടാണ്. ഇപ്പം ലോകത്തിൽ ദൈവത്തിനേക്കാൾ അംഗീകാരമുള്ള, ദൈവത്തെക്കാൾ കൂടുതൽ, ദൈവത്തിൻ്റെ കൂടെ നിന്നതിനേക്കാൾ കൂടുതൽ സന്തോഷങ്ങൾ, അംഗീകാരങ്ങൾ, അതിന് പത്രാസുകൾ, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ലോകത്തിൽ അതിൽ അഭിരമിക്കുന്ന അനേകം മക്കളുണ്ട്. അധികാരത്തിൽ അഭിരമിക്കുന്നവരുണ്ട്. അവർ ആ കാര്യത്തിലെല്ലാം അവർ ആ വിഷയത്തിൽ സെക്യൂറാണ്. അപ്പോൾ ദൈവത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉടനെ ഒരു ഫ്രസ്ട്രേഷൻ വരും. അതുകൊണ്ട് തന്നെ ദൈവത്തെ ഇവർ തള്ളി മാറ്റുകയും ദൈവികമായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ തലതിരിക്കുകയും റേഡിയോ മൊബൈൽ ഓഫ് ചെയ്യുകയും അങ്ങനെ നിങ്ങളെ നിഷേധിക്കുകയും അങ്ങനെ പല ഗ്രാമങ്ങളിൽ അങ്ങനെ പല അതാണ് 26 8:26 മർക്കോസ് 8:26 ഗ്രാമത്തിൽ പ്രവേശിക്കുക പോലും ചെയ്യരുത് എന്ന് പറഞ്ഞ് ഗ്രാമത്തിൽ പ്രവേശിക്കുക പോലും ചെയ്യരുത് എന്ന് പറഞ്ഞ് യേശു അവനെ വീട്ടിലേക്ക് അയച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാലേ നിങ്ങൾ ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു വേർപാട് ജീവിതമുണ്ട് ഇതിൻ്റെ അകത്ത്. അതുകൊണ്ടാണ് ഉടമ്പടിയിൽ നമ്മൾ ആൾക്കാർ വീണ് പോണത്. ഈ വേർപാട് ജീവിതം ആൾക്കാർക്ക് പല ആൾക്കാർക്കും അറിയത്തില്ല അതിനെക്കുറിച്ച്. അതറിയണമെന്നുണ്ടെങ്കിൽ ബൈബിളിൻ്റെ മുഴുവൻ വചനങ്ങളിലെല്ലാം ഈ വേർപാട് ജീവിതത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് ദൈവത്തിൽ നിരക്കാത്ത ജീവിത രീതികളും മനോഭാവങ്ങളും നിലപാടുകളും നയങ്ങളും ഒക്കെ സൂക്ഷിക്കുന്ന ആൾക്കാരിൽ നിന്ന് ഒരു കീപ്പ് എ റെസ്പെക്റ്റബിൾ ഡിസ്റ്റൻസ്. അത് ആദിമസഭയുടെ നിലപാടാണത്. മർക്കോസ് യാക്കോബിൻ്റെ 4:4 എടുത്ത് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. യാക്കോബ് 4:4 വിശ്വസ്തത പുലർത്താത്തവരെ. കേട്ടോ, യാക്കോബ് 4 അധ്യായം 4-ാം വാക്യം 5-ാം വാക്യം എന്താ പറയണത്? ഏറ്റു പറഞ്ഞേ.
വിശ്വസ്തത പുലർത്താത്തവരെ ലോകത്തോടുള്ള മൈത്രി ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ലോകത്തിന്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ, ഇതാണ് പ്രലോഭനം എന്ന് പറയുന്നത്. എല്ലാവർക്കും ഉള്ള ലോകത്തിന്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവര് തന്നെ ദൈവത്തിന്റെ ശത്രുവാക്കുന്നു. ഉടമ്പടി എടുത്ത ആൾക്കാരും പിന്നീട് ദൈവത്തെ അംഗീകരിക്കാത്തവരുടെ കൂട്ടായ്മയിലും അവർ പറയണം ശരിയാണല്ല, അതും ശരിയാണല്ല, ഇതും ശരിയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തുതീർപ്പ് ചെയ്യും, ലോകത്തോട് ഒത്തുതീർപ്പാകും. ഒത്തുതീർപ്പായി കഴിഞ്ഞാൽ എന്ത് പറ്റും? ലോകത്തോടുള്ള മിത്രം ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അടുത്ത വചനം എന്താ? നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു എന്ന തിരുവെഴുത്ത് വൃഥാ ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അപ്പൊ നമ്മളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിനോട് നമ്മളോട് വല്ലാത്ത ആകർഷണമുണ്ടാകും. ഇപ്പം ഈ ഞാൻ പറഞ്ഞ മാത്യു അച്ഛൻ്റെ വിഷയം എന്താ? അച്ഛനിൽ തന്നെ ഇതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് സുവിശേഷം വളരെ സന്തോഷത്തോടു കൂടിയാണ് അച്ഛൻ പങ്കുവെക്കണത്. അച്ഛൻ പങ്കുവെക്കുമ്പോൾ ആ സുവിശേഷത്തിൻ്റെ ഒരു പ്രചിരിമയുണ്ടല്ലോ, അതിങ്ങനെ പ്രജ്വലിക്കണ കാണാം. എന്നുവെച്ചാൽ ഓരോ സ്ഥലങ്ങളിലും അച്ഛൻ അനാഥാലയത്തിലൊക്കെ ചെല്ലും. മെൻ്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ, ഒരു രോഗികൾ താമസിക്കുന്ന ഒരു സ്ഥലത്ത് ചെല്ലും. എന്നുവെച്ചാൽ അവർക്ക് ഫിസിക്കലി അച്ഛൻ പറയുന്നുണ്ടത് ദേ ആർ മെൻ്റലി റിട്ടാർഡഡ് ആൻഡ് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ്. എന്നുവെച്ചാൽ അവർ മെൻ്റലി എന്ന് വെച്ചാൽ അവർ മാനസിക രോഗികളാണ്, പക്ഷേ അവരുടെ കൈയും കാലും പലതും ഇല്ല. അങ്ങനെ ഒരു ജന്മങ്ങൾ എന്തുമാത്രം കഷ്ടപ്പാടാണ്. അവരെ കാണാൻ അച്ഛൻ പോകും. എന്താ കാര്യം? അച്ഛനിൽ പരിശുദ്ധാത്മാവുണ്ട്. കാര്യം അച്ഛൻ എഴുതിയിരിക്കുന്നത് എന്താണ്? പരിശുദ്ധാത്മാവ്. അവരെ നമ്മൾ ആരെങ്കിലും പറഞ്ഞത് കേട്ട് ജോസഫച്ചൻ്റെ പ്രസംഗം കേട്ട് പോകുകയില്ലേ? അച്ഛൻ്റെ ഉള്ളിൽ തന്നെ കർത്താവിൻ്റെ വഴികളെ ഇതുപോലെയുള്ള വഴികളാണെന്ന് കണ്ടെത്തിയിട്ട് ഈ മെൻ്റലി റിട്ടാർഡഡിനെയും അതുപോലെ തന്നെ ഈ മനോരോഗികളെയും അംഗവൈകല്യമുള്ളവരെയും കാണാൻ വേണ്ടി അവരുടെ ഒരു സ്ഥാപനത്തിൽ അച്ഛൻ സ്ഥിരമായി പോകും. ഒരു ദിവസം അച്ഛൻ അവിടെ സ്ഥിരമായി പോയപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒരു പയ്യന് കൊടുത്തു. അവൻ ചോദിച്ചു കുടിക്കാൻ ഇങ്ങനെ കാണിച്ച്, ഇപ്പോൾ സംസാരിക്കാൻ പറ്റുന്നില്ല, കുടിക്കാൻ വേണ്ടി കാണിച്ച്. അവന് ഉടനെ ഒരു ഗ്ലാസ് വെള്ളം, ശുദ്ധവെള്ളം അച്ഛൻ അവനെടുത്ത് കൊടുത്ത്. അവിടെ എല്ലാത്തിനും അച്ഛൻ ഭക്ഷണം കൊടുക്കുകയും പലവരും. അപ്പോൾ ഒരുത്ത വെള്ളം ചോദിച്ച് അവന് കൊടുത്തു. ആ വെള്ളം കൊടുത്ത് അവൻ പകുതിയോളം അത് കുടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടാൽ കുടിക്കണവൻ. അറിയാമല്ലേ, മെൻ്റൽ റിട്ടാർഡ് ആൾക്കാർ തുപ്പൽ അങ്ങോട്ട് ഇടും, അങ്ങോട്ട് വെച്ച് കുടിക്കും, പിന്നെ ഇടും. പകുതി കുടിച്ച് കഴിഞ്ഞപ്പോൾ ആ വെള്ളവും ഗ്ലാസ് എടുത്ത് അച്ഛനെ മോന്നൊക്കെ എറിഞ്ഞ്. ഈ തുപ്പലും വെള്ളം കൂടി അച്ഛനെ മേത്ത് വീണ്. അപ്പോൾ അച്ഛനൊരു കാഴ്ച കണ്ട്. ഇത് അച്ഛൻ ചിരിച്ച്. എന്താ അച്ഛൻ കണ്ടെന്നറിയാം? അത് ഉണ്ണീശയാണെന്ന് എനിക്ക് തോന്നിയെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് മൂന്നാം കാഴ്ച എന്ന് പറയുന്നത്. ഉടമ്പടിയുടെ മൂന്നാം കാഴ്ച എന്ന് പറയും. അതായത് നമ്മളെ ശിക്ഷിക്കുന്നവരും നമ്മൾ അനുഗ്രഹിക്കുമ്പോൾ തന്നെ നമ്മളെ ശിക്ഷിക്കുന്നവരുണ്ട്. നമ്മളെ സഹായിക്കുമ്പോൾ തന്നെ നമ്മളെക്കുറിച്ച് മോശം പറഞ്ഞു പരത്തുന്നവരുണ്ട്. അപ്പം അങ്ങനെ ഉള്ളവരെയൊക്കെ കാണുന്നതിന് വേറെ ഒരു കാഴ്ചയുണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇപ്പം തന്നെ ഈ കർത്താവ് ഇവനോട് ചോദിക്കണം, 23 എടുത്തേ, 8:23 എടുത്തേ, അതിൻ്റെ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഈ അന്ധന് കാഴ്ച നൽകുന്നതിൻ്റെ പ്രോസസ്സ് നോക്കിയാൽ മനസ്സിലാവത്. ശ്രുതികട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ അന്ധനെ കൈക്ക് പിടിച്ച് ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി അവന്റെ കണ്ണുകളിൽ തുപ്പിയ ശേഷം അവന്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് ചോദിച്ചു, നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? നോക്കിയിട്ട് അവൻ പറഞ്ഞു, ഞാൻ മനുഷ്യരെ കാണുന്നുണ്ട്, അവർ മരങ്ങളെ പോലിരിക്കുന്നു, നടക്കുന്നതായും കാണുന്നു. അപ്പൊ ഇവന്റെ ഒന്നാം കാഴ്ച എന്ന് വെച്ചാൽ ഇവന്റെ കണ്ണുകളിലെ, ഈ അന്ധന്റെ കണ്ണുകളിലെ, ഇവൻ ജന്മനാന്തനൊന്നും അല്ലെന്ന് തോന്നണം. എന്താ കാര്യം? ഇയാൾ മരത്തെ കാണുന്നുണ്ടെന്ന്, മരത്തെ അയാൾ കാണുന്നുണ്ടല്ലോ. പണ്ട് ഇയാൾ മരത്തെ കണ്ടിട്ടുണ്ടെന്ന് അർത്ഥം. ഏതോ കാലത്ത് വെച്ച് കാഴ്ച പോയ ആളാണ്. മരത്തെയൊക്കെ വെച്ചൊക്കെ പുള്ളിക്ക് അറിയാം ശരിക്കും. അപ്പോൾ അയാൾ ആദ്യത്തെ കാഴ്ച കർത്താവ് തുപ്പൽ തൊട്ട് ഇവൻ്റെ കണ്ണിൽ വെച്ച്, അത് ഒരു പാരമ്പര്യ ചികിത്സയാണ്. പാരമ്പര്യ ചികിത്സ എന്ന് വെച്ചാൽ അന്നത്തെ ആൾക്കാരൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഈ മിഡിൽ ഈസ്റ്റിലൊക്കെ
ചെയ്തുകൊണ്ടിരുന്ന ഒരു സാധാരണ നാട്ടുമരുന്നല്ലേ, വീട്ടുമരുന്നെന്നൊക്കെ പറഞ്ഞ പോലെ ഒരു പാരമ്പര്യ പരിപാടിയാണ്. അത് കർത്താവ് ഇവന് വേണ്ടി എന്തോ ചെയ്യുന്നു. അതാണ് ടൈലറിൻ്റെയൊക്കെ ഭയങ്കര വ്യാഖ്യാനങ്ങളുണ്ട് ഇതിനെക്കുറിച്ച്. കർത്താവ് ഇവന് വേണ്ടി എന്തോ ചെയ്യുന്നു എന്നുള്ള അവനെ ബോധ്യപ്പെടുത്തുന്നതല്ല. അവർ ഈ കയ്യപ്പ് പ്രാർത്ഥനയും കർത്താവിൻ്റെ കാഴ്ചപ്പെടുത്തലൊന്നും ദൈവിക പ്രവർത്തനത്തെക്കുറിച്ചൊന്നും ഹി ഡസൻ നോ എനിത്തിങ്. അതൊക്കെ മുമ്പ് മറ്റ് പ്രവർത്തനങ്ങൾ അത്രയ്ക്ക് അർത്ഥവത്തല്ലെന്ന് ഇവനെ ബോധ്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ മറ്റ് മീഡിയംസ് ഉപയോഗിക്കണം. അതിന് കർത്താവ് മറ്റ് മീഡിയംസ് ഉപയോഗിച്ചിട്ട് ഇവനെ ഹീൽ ചെയ്യാൻ ഇവനെ ബോധ്യപ്പെടുത്തുകയാണ്. പക്ഷെ അവൻ പറയുന്നത് കാണുന്നുണ്ട്. പക്ഷേ എന്താ കാണുന്നത്? ഞാൻ മനുഷ്യരൊക്കെ തന്നെ കാണുന്നത്, പക്ഷേ എല്ലാം എങ്ങനെ ഇരിക്കണേ? മരങ്ങളെപ്പോലെ ഇരിക്കണം എന്നാണ് പറയണം. മരങ്ങളെപ്പോലെ ഇരിക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈശോ തുപ്പലൊന്നും ഇല്ലാതെ ഡയറക്റ്റായിട്ട് കർത്താവിൻ്റെ ശക്തിമുദ്ര അവൻ്റെ കണ്ണുകളിൽ കൈവച്ചിട്ട് പ്രാർത്ഥിക്കും. എന്നിട്ട് പറയും, നീ കണ്ണ് തുറന്നതെന്ന് പറയുമ്പോൾ ഞാനിപ്പോഴെല്ലാം അവൻ പറയും എന്താ പറയണത്? വ്യക്തമായി കാണുന്നുണ്ടെന്ന് പറയും. അപ്പോഴാണ് ഇവൻ പറയണത് ഇനിയും കാഴ്ചകൾ നീ കാണും. കാര്യം എന്താ? ഇതൊരു പ്രോസസ്സാണ്. ഇനിയും പ്രോസസ്സാണ്. ഇപ്പോൾ അച്ഛൻ കാഴ്ച കണ്ടില്ലേ? തുപ്പലും വെള്ളമായിട്ട് അച്ഛനെ മോന്തക്കിട്ട് എറിഞ്ഞപ്പോഴേ അത് കുഞ്ഞാണ്. പക്ഷേ അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ എന്താ പറയണത്? അത് ഉണ്ണീശോ അങ്ങനെ കുഞ്ഞും പ്രായത്തിൽ ചെയ്ത പോലെ എനിക്ക് തോന്നിയെന്ന്. അച്ഛൻ ആ കുഞ്ഞിനെ സാന്ത്വനപ്പെടുത്തിയെന്ന്. അതാണ് മൂന്നാം കാഴ്ച. നമ്മളെ ഉപദ്രവിക്കുന്നവരെ ക്രിസ്തുവായിട്ട് കാണുന്നൊരു മൂന്നാം കാഴ്ചയുണ്ട്. ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഗ്രാമത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കാഴ്ചയൊന്നും കാണാൻ പറ്റത്തില്ല. ഗ്രാമത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ ഗ്രാമം പഴയ സാധനമാണ്. അവിടെ നമ്മളെ വീണ്ടും തന്നതുപോലെ ഇല്ലായ്മയായിട്ട് അവർ പറയത്തുള്ളൂ. അതുകൊണ്ടാണ് നിൻ്റെ അനുഭവങ്ങളെ ഒരിക്കലും പന്നികളുടെ മുമ്പിൽ വിതരരുതെന്ന് പറയും. അതാണ് പ്രശ്നം. ഗ്രാമത്തിൽ പന്നി ഉണ്ടല്ല. കർത്താവിനെ അറിയാത്തവരും ഉദരം തന്നെ ദൈവമായിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം അവർക്ക് വേറെ ഒന്നും മനസ്സിലാകത്തില്ല. ബുദ്ധിയും യുക്തിയും മാത്രമേ ഉള്ളൂ ലോകത്തെന്ന് പറഞ്ഞിരിക്കുന്നവർ. ബുദ്ധി തന്നെ ദൈവമായിട്ടുള്ളവരുണ്ട്. അവർക്ക് ദൈവത്തിൻ്റെ അടയാളങ്ങൾ മനസ്സിലാവത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയണത് ഇങ്ങനെയുള്ളവരുമായിട്ട് ആവശ്യമില്ലാത്ത തർക്കിക്കാനൊന്നും പോകണ്ടെന്നാണ് പറയണത്. എന്താ കാര്യം? നീയും നിൻ്റെ ദൈവവും ദൈവാനുഭവങ്ങളും അതേക്കുറിച്ച് നിനക്ക് ബോധ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ബോധ്യത്തിൽ നീ എന്താ ചെയ്യേണ്ടത്? വളരണം. ബോധ്യത്തിൽ വളരണം. അപ്പോൾ ഈശോ വളരെ കൃത്യമായ രീതിയിലാണ് പറയുന്നത്. അതായത് നമ്മുടെ വളർച്ച എന്ന് പറയണത് മറ്റ് വ്യക്തികളിലെ പ്രത്യേകിച്ച് പണ്ട് നമ്മളെ വേദനിപ്പിക്കുകയും നമ്മൾ കേൾക്കുമ്പോൾ വേദനയും ബുദ്ധിമുട്ടും വെറുപ്പും വൈരാഗ്യവും അമർഷവും തോന്നിയിരുന്ന സ്ഥാനത്ത് ദയയും നന്മയും വിശ്വസ്തതയും ആത്മസമയം പോലെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാൽ പ്രചോദിപ്പിക്കപ്പെടുന്ന ഒരു പെരുമാറ്റ ശൈലി രൂപീകരിച്ച് തോന്നിക്കഴിഞ്ഞാൽ നീ മൂന്നാം കാഴ്ചയിലായി. ഉടമ്പടിയുടെ മൂന്നാം കാഴ്ച അതാണ്. ഗ്രാമത്തിൽ പ്രവേശിക്കരുതെന്ന് പറയുമ്പോഴേ അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ പക്ഷം ചേർന്ന് ദൈവത്തിൻ്റെ അരൂപി ജീവിക്കണമെന്നാണ്, ജീവിതം തുടരണമെന്നാണ്. അല്ലാതെ 90 ദിവസം കഴിഞ്ഞു ഞാൻ എൻ്റെ ഉടമ്പടി അവസാനിച്ചു ഇനി അച്ഛനെ കണ്ടാൽ മാത്രം മതി എന്ന് പറയരുത്. ഉടമ്പടി അതുക്കും മേലെയാണ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ഈശ്വര ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേൽക്കുക. ഈശ്വര ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ. സമാപന പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുകയാണ്. രോഗസൗഖ്യ പ്രാർത്ഥനയും ജീവിത ദുരിത തടസ്സങ്ങൾക്കെതിരെയുള്ള ദൈവിക ശക്തിപ്രാർത്ഥനയുടെ സമയമാണ്. ഹല്ലേലൂയ 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 ഈശ്വര ആരാധന മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ഈശ്വര ആരാധന ഹല്ലേലൂയ 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 മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ഈശ്വര ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ഈശ്വര നന്ദി ഈശ്വര ആരാധന ഹല്ലേലൂയ. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോഴും മക്കളെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുക. കർത്താവിൻ്റെ അരൂപി നിങ്ങളിലേക്ക് ആവശ്യിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് വേണ്ടി ദൈവിക തീരുമാനം ഉണ്ടാകുന്ന ദൈവികമായ ഒരു സമയമാണിത്. പരിപൂർണമായി ആൾത്താരെയും മനസ്സർപ്പിക്കണം. ഇതാണ് നിങ്ങളുടെ രക്ഷയുടെ സമയം, ഇതാണ് നിങ്ങളുടെ സൗഖ്യത്തിൻ്റെ സമയം, ഇതാണ് നിങ്ങളുടെ വിടുതലിൻ്റെ സമയം. വിശ്വസ്തയുടെയും വിശ്വാസത്തോടെയും നേടിയെടുക്കാൻ വേണ്ടി കർത്താവിൻ്റെ ദുരുസ്ഥന് ഭയത്തോടെയും വിറയലോടെയും നിൽക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ 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 ഈശ്വര ആരാധന ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏറ്റു പ്രാർത്ഥിച്ച കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അന്ധന് കാഴ്ച നൽകിയവനെ, അന്ധന് കാഴ്ച നൽകിയവനെ, ചെകിടന് കേൾവി നൽകിയവനെ, ചെകിടന് കേൾവി നൽകിയവനെ, ഊമന് സംഭാഷണ നൽകിയവനെ, സംഭാഷണ ശക്തി നൽകിയവനെ, മഹോരോഗ്യം സുഖപ്പെടുത്തിയവനെ, മഹോദരോഗിയെ സുഖപ്പെടുത്തിയവനെ, തളർവാരോഗ്യം സുഖപ്പെടുത്തിയവനെ, തളർവാദരോഗിയെ സുഖപ്പെടുത്തിയവനെ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ, നിന്റെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ തിരുമുറിവാർന്ന വലതുകരം, അനുഗ്രഹത്തിന്റെ വലതുകരം, ആണിപ്പെടുതാർന്ന അത്ഭുതകരം, നിന്റെ തിരുമുറിവാർന്ന വലതുകരം, അനുഗ്രഹത്തിന്റെ അത്ഭുതകരം, ആണിപ്പെടുതാർന്ന അഭിഷേകരം എന്റെ ശിരസിൽ വെക്കണമേ, എന്റെ ശിരസിൽ വെക്കണമേ. കർത്താവേ, അടിപ്പിണർ പോലെ, വൈകാലം പോലെ ദൈവികമായ ശക്തി, ദൈവികമായ ശക്തി ഉച്ച മുതല് ഉള്ളംകാൽ വരെ പ്രസരിക്കട്ടെ. അത്ഭുത ശക്തി, ദൈവിക ശക്തി ഉച്ച മുതല് ഉള്ളംകാൽ വരെ പ്രസരിക്കട്ടെ. ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരെല്ലാം, ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരെല്ലാം കർത്താവിന്റെ കൃപ നിറയട്ടെ, കർത്താവിന്റെ കൃപ നിറയട്ടെ. ശരീരത്തിന് മുഴകള്, ശരീരത്തിലെ സിസ്റ്റുകള് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇപ്പോഴ് അപ്രത്യക്ഷമാകട്ടെ. ക്യാൻസർ രോഗികള്, കരളുരോഗികള്, തൈറോയ്ഡ് രോഗികള്, ട്രാൻസ്ലേറ്റ് രോഗികള്, വെന്റിലേഷൻ രോഗികള്, യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ദൈവിക ശക്തിയാൽ വിട്ടുമാറട്ടെ, വിട്ടുമാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. അരികിൽ വരേണേ, സദയം തുടരേ, സുഖമായി എന്റെ ഉള്ളം. അരികിൽ വരേണേ, സദയം തുടരേ, സുഖമായി എന്റെ ഉള്ളം. പ്രാർത്ഥി. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുമുറിവാർന്ന വലതുകരം, ആണിപ്പെടുതാർന്ന അത്ഭുതകരം ഈ നിമിഷം അങ്ങയുടെ മക്കളുടെ ശിരസിൽ വെക്കണമേ, ശിരസിൽ വെക്കണമേ. അടിപ്പിണർ പോലെ, ആഘാതം പോലെ ശരീരത്തിന്റെ ഓരോ കോശങ്ങളിലേക്ക്, ഓരോ പേശികളിലേക്ക്, ഓരോ ഞരമ്പുകളിലേക്ക്, അസ്ഥിബന്ധനങ്ങളിലേക്ക് കർത്താവിന്റെ രക്തം പടരട്ടെ, അസ്ഥിബന്ധനങ്ങളിലേക്ക് കർത്താവിന്റെ രക്തം പടരട്ടെ. ക്യാൻസർ രോഗങ്ങള്, രോഗങ്ങള്, വിലാസ രോഗങ്ങള്, 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 ഭാഷ രോഗങ്ങള്, ആമാശ രോഗങ്ങള്, കുടലിന്റെ ചുരുക്കങ്ങള്, കുടലിന്റെ അൾസറ്, എല്ലാ രോഗങ്ങള് യേശുവിന്റെ നാമത്തിൽ, ജനിതക രോഗങ്ങള്, യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ, മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. അരികിൽ വരേണേ, സദയം തുടരേ, സുഖമായി എന്റെ ഉള്ളം. അരികിൽ വരേണേ, സദയം തുടരേ, സുഖമായി എന്റെ ഉള്ളം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ശിരസിൽ വെച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്നു.
ജോലിയില്ലാത്ത മക്കളെ പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവേ. വീടില്ലാത്തവര്, വഴിയില്ലാത്തവര്, സർട്ടിഫിക്കറ്റുകൾ ലഭിക്കാത്തവര്, വിവാഹം ഒത്തു വരാത്തവര്, കർത്താവ് ഒത്തുവന്ന വിവാഹം കർത്താവേ വിടുവിച്ച് കർത്താവേ ഡൈവേഴ്സായി പോകുന്നവര്, കുടുംബക്കോടതി കേസിരിക്കുന്നവര്, സ്ഥലത്തിൻ്റെ കേസുകൾ, അതുപോലെ തന്നെ പല ഭാഗോടമ്പയുടെ കേസുകൾ കർത്താവ്, പല തരത്തിൽ വിദേശ ജോലികൾ നഷ്ടപ്പെടുന്നവർ, വിസ നഷ്ടപ്പെടുന്നവർ, വിസ പുതുക്കി കിട്ടാത്തവർ കർത്താവ്, അവിടെ PR ലഭിക്കാത്തവർ, നാട്ടിൽ കർത്താവ് ജോലി ഇല്ലാത്തവർ, ഗവൺമെൻറ് ജോലിയും അതുപോലെ നാട്ടിലുള്ള മറ്റ് പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ, അവിടെ ഉണ്ടാകുന്ന പിരിമുറുക്കങ്ങൾ, അവ മുതൽ ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥകൾ, ഓരോ വിഷയങ്ങൾ കർത്താവ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ, കുഞ്ഞുങ്ങൾ, SSLC പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന മക്കൾ, അതുപോലെ തന്നെ ബോർഡ് എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന മക്കൾ, മറ്റ് ഉന്നത പരീക്ഷകൾ, മറ്റ് പരീക്ഷകൾ, അതുപോലെ ബോർഡ് എക്സാം, അതുപോലെ തന്നെയുള്ള ഓരോ പരീക്ഷ, നൈപുണ്യ പരീക്ഷകൾ, മത്സര പരീക്ഷകൾ, യോഗ്യതാ പരീക്ഷകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ, അതിൽ പരാജയപ്പെട്ടു പോയവർ, പലവട്ടം പരാജയപ്പെട്ടു പോയവർ, സങ്കടപ്പെട്ട് ജീവിക്കുന്നവർ, എല്ലാവരും തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എല്ലാവരും മുട്ട നിൽക്കുക. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. സമാപന ആശീർവാദത്തിന് സമയമാണ്. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. കൊളോസസ് 3:10 തിരുവചനം അനുസരിച്ചുകൊണ്ട് പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോടുകൂടെ നിഷ്കാസനം ചെയ്ത് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായയ്ക്കൊത്തവിധം നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കുവാൻ ഈശോയെ ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിലൂടെ ഞങ്ങൾ ശ്രവിക്കുകയായിരുന്നു പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ നിഷ്കളങ്കമായ ഭക്തി എന്താണെന്ന്. ഒന്നാമതായി ഞങ്ങൾ ശ്രവിക്കുകയുണ്ടായി, അനാഥരെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ അവരെ സഹായിക്കുക. രണ്ടാമതായി ലോകത്തിൻ്റെ കളങ്കമേൽക്കാതെ ജീവിക്കുക എന്നത്. ഈശോയെ, മരിയൻ ഉടമ്പടി എടുത്തിരിക്കുന്ന ഞങ്ങളെല്ലാവരും ക്രിസ്തു കൈമാറ്റത്തിലൂടെയും കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയും എല്ലാം ഈശോയെ നിൻ്റെ സ്നേഹം ലോകത്തിന് കൈമാറി ലോകത്തിൻ്റെ കളങ്കമേൽക്കാതെ ക്രിസ്തു സാക്ഷികളായി അന്ത്യം വരെയും ജീവിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ശിരസ്സ് നമിച്ച് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും